ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. സഹനം പാർട്ട് 8. അനന്ത് വിനുവിനെ ആഗ്രഹിച്ചു. കുറച്ചുനാൾ അങ്ങനെ പറഞ്ഞു, പിന്നെ ഒന്നും പറഞ്ഞില്ല, അകന്നു. ഒരിക്കൽ വീട്ടിൽ വെച്ചുണ്ടായ സംഭവത്തോടെ എല്ലാം കഴിഞ്ഞെന്ന് കരുതി. അകറ്റി നിർത്തിയിട്ടും ആവശ്യം വന്നപ്പോൾ സഹായത്തിന് അവൻ വേണ്ടി വന്നു. അന്നു മുതൽ അനന്ത് മിക്കപ്പോഴും ഹോസ്പിറ്റലിൽ വരും. കാര്യങ്ങൾ തന്നോട് ചോദിക്കും, കുഞ്ഞിനെ നോക്കും, പോകും. വിനുവിൻ്റെ അടുത്തേക്ക് ചെല്ലാറില്ല. അവർ തമ്മിൽ സംസാരിക്കാറില്ല. അനന്തുവിൻ്റെ ഉള്ളിൽ വിനുവിൻ്റെ ഈ അവസ്ഥയിലും അവളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നെന്നോ? അരുന്ധതി അമ്പരന്നു. അവർ ഇന്ദിരയെ നോക്കി. ഇന്ദിരയും മിഴിച്ചു നിൽക്കുകയാണ്. എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ സംഭവങ്ങൾ ഏറെ ഞെട്ടിയതും വിഷമിച്ചതും വിനുവാണ്. മുൻപൊരിക്കൽ അനന്തു കടന്നു പിടിച്ചപ്പോൾ കുതറി മാറാനും ആ കരുണ താഞ്ഞടിക്കാനും കഴിഞ്ഞു. അന്നടിച്ച കൈക്ക് ഇന്ന് അനക്കമില്ല. കുതറി മാറാനും ശക്തിയില്ല. ഇടതുവശം അനക്കാൻ ശ്രമിച്ചു. വിനു പരാജയപ്പെട്ടു. ഇടത് കൈകൊണ്ട് കുതിരാനും ശ്രമിച്ചു. അനന്തുവിൻ്റെ ശക്തിക്ക് മുമ്പിൽ ആ ശ്രമം തുലവും വിഫലം. വിനു പൊട്ടി തുറന്നു കരഞ്ഞു. അപ്പോഴാണ് അനന്തുവിന് സ്ഥലകാല ബോധമുണ്ടായത്. അവർ തിരിഞ്ഞു നോക്കി. അന്താളിച്ച് നിൽക്കുന്ന അരുന്ധതിയെയും ഇന്ദിരയും കണ്ടു. പൊട്ടിക്കരയുന്ന വിനുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അനന്തു അവളെ വീണ്ടും ബെഡിൽ കടത്തി. എന്തിനാണ് ഈശ്വര എനിക്കിനി ജീവൻ? വിനു മേൽപോട്ട് നോക്കി വിലപിച്ചു. ഇപ്പോൾ തന്നെ ഈ ജീവനങ്ങ് എടുക്കണേ. അനന്തു അവളെ തന്നെ നോക്കി നിന്നു. വിഷ്ണു, എല്ലാം കാണുന്നില്ലേ അവിടെ ഇരുന്ന്? എന്നെ കൂടെ വിളിക്കണേ, ഒപ്പം കൂട്ടണേ. അനന്തുവിൻ്റെ നെഞ്ചു പതറി. മരിക്കാൻ വിഷമിറ്റിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ, ആരുമില്ല എന്ന് വിലപിച്ചപ്പോൾ സാന്ത്വനിപ്പിക്കാൻ ഉള്ള ഉഴറി. താൻ പോലും അറിയാതെ എടുത്ത് നെഞ്ചത്തമർത്തിപ്പോയി. തെറ്റായിപ്പോയോ? അനന്തു അരുന്ധതിയുടെ നേർക്ക് നീങ്ങി. വലിയമ്മേ. അരുന്ധതി അവനെ സൂക്ഷിച്ചു നോക്കി. ആരുമില്ലെന്ന് വിലപിച്ചപ്പോൾ ഞാൻ. എന്താണ് നിന്റെ ലക്ഷ്യം? അരുന്ധതി ചോദിച്ചു. വിനുവിൻ്റെ രോഗം ഭേദമാകണം. ഇനിയും ചികിത്സിക്കണം. അലോപ്പതി എങ്കിൽ അങ്ങനെ, അല്ല ആയുർവേദമോ ഹോമിയോപ്പതി ആണെങ്കിൽ അങ്ങനെ. അത് ചെയ്യണം, സുഖപ്പെടുത്തണം. അനന്ത് തുടർന്നു. വലിയമ്മയ്ക്ക് സഹായത്തിന് ആരുമില്ലെന്ന് കരുതണ്ട, ഞാനുണ്ട്, സുഖപ്പെടും വരെ. എന്ന് വെച്ചാൽ വിനു എണീറ്റ് നടക്കുന്നത് വരെ, ദാ ഉണ്ണിക്കുട്ടിയെ നെഞ്ചിലേറ്റ് നടക്കും വരെ. അനന്ത് പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സഹായം എന്തിനാ? അനന്തുവിൻ്റെ ശബ്ദം താഴ്ന്നു. നിന്റെ ലക്ഷ്യം പറഞ്ഞില്ല? അരുന്ധതി വീണ്ടും ചോദിച്ചു. ഇതൊക്കെ തന്നെ ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞു, വിനു എണീറ്റ് നടക്കണമെന്ന് പറഞ്ഞു. അതെ, അത് കഴിഞ്ഞുള്ള ലക്ഷ്യം പറയൂ. അനന്തുവിൻ്റെ മുഖം കുനിഞ്ഞു. വിനുവും അവളുടെ കൈവശമുള്ള ലക്ഷ്യങ്ങളും അല്ലേ? പണം എൻ്റെ ലക്ഷ്യമല്ല വല്യമ്മേ. പണം എന്നെ അത്രയേറെ ആകർഷിക്കാറുമില്ലെന്ന് വല്യമ്മയ്ക്ക് അറിയാലോ. ഉള്ളത് കൊണ്ട് ഓണം ആഘോഷിക്കുന്നതാണ് എൻ്റെ രീതിയും തൃപ്തിയും. അത് വല്യമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തരണോ? പിന്നെ വിനു അരുന്ധതിയുടെ മുമ്പിലേക്ക് അല്പം കൂടി നീങ്ങി നിന്ന് അനന്ത് പറഞ്ഞു. അവളെ കിട്ടാൻ എൻ്റെ ഉള്ളം അന്നത്തേതുപോലെ ഇപ്പോഴും തുടിക്കുന്നുണ്ട്, സത്യം. പക്ഷെ ഒരു കാര്യം വല്യമ്മ അറിയണം. വിനുവിനെ ഞാൻ ആഗ്രഹിച്ചത് 3-4 മാസം മുമ്പാണ്. ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതെൻ്റെ മാത്രം സ്വകാര്യ പ്രശ്നം. അരുന്ധതിക്ക് അവൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലായില്ല. ഒരാൾക്ക് സ്നേഹിക്കാലോ, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തിരിച്ച് സ്നേഹിക്കണമെന്ന് ശടിക്കാൻ വയ്യ. ഞാൻ ശടിക്കുന്നുമില്ല. അനന്ത് പറഞ്ഞു. ഇവിടെ ഇപ്പോഴാവശ്യം വിനു എണീറ്റ് നടക്കുക. അതിനായി ഏറ്റവും അനുയോജ്യനും വിദഗ്ധനുമായൊരു ഡോക്ടറുടെ സഹായം തേടുക. എവിടെയായാലും അവിടെ വിനുവിനെ എത്തിക്കാനും ട്രീറ്റ്മെൻറ്റ് നടത്താനും വലിയമ്മയോടൊപ്പം ഒരു സഹായിയായി ഞാനുമുണ്ട്. അങ്ങനെ മാത്രം കരുതിയാൽ മതി. അച്ഛനും അമ്മയും പണത്തിൻ്റെ കണക്കെടുത്ത് പിരിഞ്ഞുപോയി. വിനുവിൻ്റെ നേർത്ത ശബ്ദം അവർക്കിടയിൽ ഒരു പാളിയായി വീണു. ഇനി അനന്ത് കണക്ക് പറയൂ. എത്ര ആയിരം വേണം? അല്ലെങ്കിൽ എത്ര ലക്ഷം? മുൻകൂട്ടി പ്രതിഫലം പറഞ്ഞാൽ ഒരു തർക്കം അവസാനം ഒഴിവാക്കാമല്ലോ. പ്രതിഫലമായി ഒറ്റ പൈസ പോലും ഈ അനന്തുവിന് വേണ്ട. പിന്നെ എന്നെയാണോ വേണ്ടത്? ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. അനന്ത് പറഞ്ഞു. ഇനി ഇങ്ങനെ ഒരാവശ്യം പറഞ്ഞ അനന്തുവിൻ്റെ നാവിൽ നിന്ന് വീഴില്ല. ഹൃദയം പിഞ്ഞി പറഞ്ഞ് വീണാ പോലും. വിനുവിൻ്റെ മുഖം തെളിഞ്ഞില്ല. ചികിത്സിക്കാനും വിനുവിൻ്റെ പണം വേണ്ട. പിന്നെ? അരുന്ധതി ചോദിച്ചു. എൻ്റെ പണം? നിന്റെ പണമോ? അതെ, എൻ്റെ ശമ്പളം, എൻ്റെ പേരിൽ ബാങ്കിലുള്ള പണം. അതുപയോഗിച്ച് വിനുവിന് ഞാൻ ചികിത്സിപ്പിക്കും. അത് വേണ്ട. വേണം. എന്നെ സഹായിയായി വല്യമ്മ കൂടെ കൂട്ടുന്നെങ്കിൽ ചിലവ് എൻ്റേതായിരിക്കും. നിങ്ങളുടെ പണം ചെലവഴിക്കാൻ ഞാൻ ആളല്ല, അവൻ പറഞ്ഞു. പണം ഇപ്പോൾ ആവശ്യത്തിലധികം ഞങ്ങളുടെ കൈവശം ഉണ്ടാനെന്തോ. അതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നവും. അതൊക്കെ എനിക്കറിയാം. എന്നാലും വേണ്ട. വലിയമ്മ ചോദിച്ചില്ലേ എൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച്? എൻ്റെ മനസ്സിലൊരാഗ്രഹം ജനിച്ചുപോയി എന്ന് കരുതി ഈ സ്ത്രീക്ക് ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടായപ്പോൾ
സഹായിക്കണമെന്ന് തോന്നിയ മനുഷ്യത്വത്തിനെ പോലും നിങ്ങൾ സംശയിക്കുന്നു. എനിക്ക് എൻ്റെ ഉദ്ദേശശുദ്ധി ബോധ്യപ്പെടുത്താനുണ്ട് വല്യമ്മേ, വിനുവിനെയും. അനന്തു വാശിയോടെ പറഞ്ഞു. നിന്റെ ഉദ്ദേശശുദ്ധി ബോധ്യപ്പെടുത്താൻ നിന്റെ പണം തന്നെ വേണമെന്നുണ്ടോ? ഉണ്ട്. എൻ്റെ പണമാകുമ്പോൾ എനിക്കത് തികഞ്ഞ സ്വാതന്ത്ര്യത്തോടെ ചെലവഴിക്കാം. നിങ്ങളുടേതാകുമ്പോൾ ഓരോ രൂപയും ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ അനുവാദം ചോദിക്കേണ്ടതായി വരും. ഒടുവിൽ ഇതൊരു ബാധ്യതയായി എന്നെ പിടിച്ചു ഞെരിക്കില്ലേ അമ്മേ? വിനുവിൻ്റെ നേർത്ത സ്വരം അരുന്ധതി കേട്ടു. ഇതിലധികം താങ്ങാനും അനുഭവിക്കാനും ഇനി എനിക്ക് ശക്തിയില്ല. ഇല്ല, ബാധ്യതയാകില്ല. പറഞ്ഞത് അനന്തുവാണ്. അവൻ അവൾക്കരികിലേക്ക് നീങ്ങി നിന്നു. വാശിയും സങ്കടവും അവൻ്റെ നിശ്ചയത്തെ ദൃഢപ്പെടുത്തുകയായിരുന്നു. ദൃഢസ്വരം തന്നെയായിരുന്നു അനന്തുവിന്. എൻ്റെ പണം സൗജന്യമല്ല. സൗജന്യമായി ചികിത്സിക്കാൻ തക്കവണ്ണം ബന്ധം നമ്മൾ തമ്മിലില്ല. നിങ്ങൾ പണത്തിന് നിവർത്തികേടുള്ള കൂട്ടത്തിലുമല്ല. സൗജന്യം ചെയ്യാൻ മാത്രം സമ്പന്നനല്ല താനും ഞാൻ. നെഞ്ചിൽ തൊട്ടവൻ പറഞ്ഞു. എൻ്റെ അധ്വാനത്തിൻ്റെ മിച്ചം തുക, വിയർപ്പിൻ്റെ വില, എൻ്റെ ഭാവി ജീവിതത്തിന് വേണ്ടി ഞാൻ ചെലവ് ചുരുക്കി ഉണ്ടാക്കുന്ന എൻ്റെ ആകെ സമ്പാദ്യം, ആ പണം ചെലവഴിക്കുമ്പോൾ ഓരോ ചില്ലിയുടെയും കണക്ക് ഞാൻ എഴുതി സൂക്ഷിക്കും. ബോധ്യപ്പെടുത്തി തന്നെ. അരുന്ധതിയും വിനുവും അവനെ തന്നെ നോക്കി. രോഗം പൂർണ്ണമായി ഭേദപ്പെട്ടു എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണക്ക് ബോധ്യപ്പെട്ട് ഓരോ ചില്ലിയും തിരിച്ചു തരാനുള്ള മനസ്സ് അതുമാത്രം ഉണ്ടായാൽ മതി. വിനുവിൻ്റെ മുഖത്തേക്ക് നോക്കി അല്പം കൂടി ദൃഢസ്വരത്തിൽ അവൻ പറഞ്ഞു. പണം തിരികെ തരുമ്പോൾ ഞാൻ പിന്മാറുന്നു. കടവും കടമയും അവസാനിക്കുന്നു. നാം തമ്മിലുള്ള ബാധ്യതയും അവിടെ അവസാനിക്കുന്നു. കടപ്പാട് മനസ്സിൽ സൂക്ഷിക്കാതിരുന്നാൽ മാത്രം മതി. എന്താ, സമ്മതമാണോ? അനന്ത് ചോദിച്ചു. വിനുവിൻ്റെ കണ്ണുകളിൽ സമ്മതത്തിൻ്റെ തിളക്കം. അരുന്ധതി അനന്തുവിൻ്റെ തോളിൽ പിടിച്ച് തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി. സമ്മതം, അവർ പറഞ്ഞു. ഇതിലധികം നിന്നെ അവിശ്വസിക്കാൻ എനിക്ക് വയ്യടാ. അനന്തുവിൻ്റെ മുഖം തെളിഞ്ഞു. കണ്ണുകൾ തിളക്കമാർന്നു. താങ്ക്സ് വല്യമ്മേ. അനന്ത് ശബ്ദം താഴ്ത്തി. ഈ വാക്ക് തന്നെ ധാരാളം. വലിയമ്മ അനന്തുവിൻ്റെ പഴയ വല്യമ്മ തന്നെ. എനിക്ക് സമാധാനമായി. ഇനി പോകുന്നു ഞാൻ. നാളെ ഡിസ്ചാർജിൻ്റെ സമയത്ത് വരും. പറഞ്ഞതിലൊന്നും മാറ്റമില്ലല്ലോ. വാക്ക്? അനന്ത് കൈ ഉയർത്തി. അരുന്ധതി അവൻ്റെ കൈ പിടിച്ചു. വാക്ക് അവരും ആവർത്തിച്ചു. അനന്ത് മുറിയിൽ നിന്നിറങ്ങി ധൃതിയിൽ നടന്നു. ആ കുഞ്ഞിൻ്റെ മനസ്സ് തങ്കം പോലാ ചേച്ചി. ഇന്ദിര നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു. അടുക്കും തോറും തിളക്കം കൂടത്തേ ഉള്ളൂ. അവൻ എനിക്കെന്നും എൻ്റെ വിഷ്ണുവിനെ പോലെ തന്നെയാണ്. അരുന്ധതി പിറുപിറുത്തു. സ്വന്തം തള്ളയും തന്തയും പോലും പണത്തിൻ്റെ കണക്ക് പറഞ്ഞിട്ടിട്ട് പോയി. രണ്ടാളും ഇനി എന്ത് ചെയ്യുമെന്ന് സങ്കടപ്പെടുകയല്ലായിരുന്നോ? അപ്പോതാ ദൈവം മുന്തിത്തള്ളി കൊണ്ടുവന്നതുപോലെ അനന്തക്കുഞ്ഞ് വന്നേക്കുന്നു വീണ്ടും. ആ കുഞ്ഞിൻ്റെ പൊന്മനസ്സ് ദൈവത്തിനറിയാൻ ചേച്ചി. അതാ. അരുന്ധതി അതുതന്നെ ഓർക്കുകയായിരുന്നു. നിയോഗമാണോ ഇത്? ഒരു മാസം മുമ്പ് ആ രാത്രിയിൽ താൻ ഓടിക്കിതച്ച് ചെല്ലുമ്പോഴും ദൈവം എത്തിച്ചതുപോലെ അനന്ത് മുന്നിൽ. അന്ന് അനന്തമില്ലായിരുന്നെങ്കിൽ വിനു ഇപ്പോൾ മണ്ണോട് മണ്ണായി ചേർന്നനെ. 4 മണിക്ക് സ്കൂൾ വിട്ടിറങ്ങിയ വഴിക്കാണ് അനന്ത് ഹോസ്പിറ്റലിൽ എത്തിയത്. 3-4 ദിവസമായിരുന്നു അവൻ വന്നിട്ട്. അതാണ് ഇന്ന് എത്തിയത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ അനന്തു ഏറ്റവും പേരുകേട്ട 2 ഹോസ്പിറ്റലുകളിലേക്കാണ് പോയത്. ഒന്ന് ഹോമിയോ, അടുത്തത് ആയുർവേദം. 2 ഹോസ്പിറ്റലുകളിലെയും പ്രധാന ഡോക്ടർമാരെ കണ്ട് അനന്തു സംസാരിച്ചു. 2 ഡോക്ടർമാരും കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ്. പൂർണ്ണമായും രോഗം ഭേദമാക്കി പഴയ ആരോഗ്യം വീണ്ടെടുക്കാമെന്ന് 2 ഡോക്ടർമാർ ഉറപ്പ് കൊടുത്തു. എങ്ങോട്ട് പോകണം, ഏത് ട്രീറ്റ്മെൻറ്റ് വേണം, അത് വലിയമ്മയും വിനുവും തീരുമാനിക്കട്ടെ. അനന്ത് വീട്ടിലേക്ക് തിരിച്ചു. അവൻ കൊട്ടാരപ്പറമ്പിലെത്തുമ്പോൾ രാത്രി 10 മണി. അവനെ കാത്തിരിക്കുകയായിരുന്നു പ്രഭാകരനും രാജേശ്വരിയും. രാജുവും അത്യാവശ്യമായിട്ട് തന്നെ. എന്താടാ നീ ഇത്രയും വൈകിയത്? രാജേശ്വരി ഉത്കണ്ഠയോടെ ചോദിച്ചു. 4 മണിക്ക് സ്കൂൾ വിട്ടിറങ്ങിയതല്ലേ. ഞാൻ ഹോസ്പിറ്റലിൽ ഒന്ന് കയറി. അവിടെ കയറിയെങ്കിൽ എന്താ ഇത്രയും വൈകുമോ? അനന്ത് മറുപടി പറഞ്ഞില്ല. എവിടേക്കെങ്കിലും പോകണമെങ്കിൽ നിനക്കൊന്ന് വിളിച്ച് വിവരം പറഞ്ഞുകൂടെ? ബാക്കിയുള്ളവർ തിന്നണ തീക്ക് കണക്കുണ്ടോ? ഇത്തിരി വൈകിന്ന് വെച്ചിട്ടിപ്പോ എന്താ അമ്മേ? അനന്ത് പുഞ്ചിരിയോടെ അമ്മയ്ക്കരികിലിരുന്നു. ആഹാ, ഇപ്പൊ കാത്തിരിക്കുന്ന നമ്മൾ വിഡ്ഢികള്, രാജു പറഞ്ഞു. നീ കാത്തിരുന്നെങ്കിൽ അതിന് കാരണം കാണും. അല്ലാണ്ട് നീ മെനക്കെട്ടിരിക്കോ? നീ ആരാ മോൻ? ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. അനന്തു അവനെ കളിയാക്കി. ഇതാ നിന്നോട് ഞാനൊന്നും പറയില്ലാത്ത, രാജു പറഞ്ഞു. അവൻ വീട്ടിൽ നേരത്തെ വരാൻ ഒറ്റ വഴിയുള്ളൂ. പിടിച്ച് പെണ്ണ് കെട്ടിക്കണം, അത്ര തന്നെ. വരുന്ന ചേട്ടത്തിമാര് ഇവനെ വരച്ച വരയിൽ നിർത്തിക്കോളും. അത്തരം ഒന്നായിരിക്കണം വരേണ്ടത്. ആ, അത് പറയാനാണ് നിന്നെ കാത്തിരുന്നത്. പ്രഭാകരൻ ഇടപെട്ടു. എന്താച്ചാ, ഒരു നല്ല വിവാഹാലോചന വന്നിരിക്കുന്നു. അതേക്കുറിച്ച് സംസാരിക്കാനാണ്. എനിക്കോ? അനന്തുവിൻ്റെ ഉത്സാഹം കേട്ടു. അല്ലാണ്ട് പിന്നെ എനിക്കാണോ? എന്താച്ചാ ഇത്ര ധൃതി? അനന്ത് മുഖം കുനിച്ചു.
ധൃതിയോ? പ്രഭാകരൻ നെറ്റി ചുളിച്ചു. വയസ്സ് 30 കഴിഞ്ഞു നിനക്ക്, ഓർമ്മയുണ്ടോ? രാജേശ്വരി ഗൗരവത്തിലായി. നിന്റേതൊന്ന് കഴിഞ്ഞിട്ട് വേണം ഇവന്റേത് നടത്താൻ. അവന്റേത് നടത്തിക്കോമേ, ഞാൻ ഇന്നാളും പറഞ്ഞതല്ലേ, അനന്ത് പറഞ്ഞു. പിന്നെ ഇവന്റെ സമ്മതം ഇല്ലാഞ്ഞിട്ടല്ലേ ഞാൻ നടത്താതിരിക്കുന്നത്. രാജുവിന് ശുണ്ടിയായി. അനന്തു, ഇനി എന്താ നിന്റെ തടസ്സം? പ്രഭാകരൻ ചോദിച്ചു. നല്ല 2 ആലോചനകളാ വന്നേക്കുന്നത്, നിനക്കോ ഇവനും. രണ്ടും കൂടെ ഒരുമിച്ച് വേണമെങ്കിൽ നടത്താം. രണ്ടും നല്ല കൂട്ടര്, 2 പെൺകുട്ടികളും ജോലിക്കാര്. ഇവന്റേത് നടത്തച്ചാ എനിക്കിപ്പോ വേണ്ട, അനന്ത് പറഞ്ഞു. നിനക്ക് ആ പെണ്ണിനെ പോയൊന്ന് കാണുന്നതിൽ എന്താടാ ബുദ്ധിമുട്ട്? തൽക്കാലം വേണ്ടച്ചാ, അല്പം കൂടി കഴിഞ്ഞോട്ടെ. അനന്തു ആവുന്നത്ര ഒഴിയാൻ നോക്കുകയാണ്. ഇവൻ ഇങ്ങനെ കെട്ടാച്ചേട്ടനായി നിൽക്കുമ്പോ ഞാൻ എങ്ങനെയാണച്ചാ പെണ്ണും കെട്ടി ഇവിടെ കഴിയുന്നത്? രാജു ചോദിച്ചു. ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ മാറിത്തരാം, അനന്ത് പറഞ്ഞു. ഇനി എന്തിനാടാ നീ കാത്തിരിക്കുന്നേ? പ്രഭാകരൻ ചോദിച്ചു. വിനുവിന്റെ പേർക്കാണെങ്കിൽ ഇനി എന്തിനാ നിനക്കവളെ? 1 കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞാലും ഇനി അവളെ ഈ കൊട്ടാരപ്പറമ്പിലേക്ക് വേണ്ട. അല്ല പിന്നെ, പ്രഭാകരൻ പറഞ്ഞു. അനന്തു ദീനതയോടെ നോക്കി. കുറച്ച് കാശ് കിട്ടുമല്ലോ എന്നോർത്തപ്പം അവളെ കെട്ടുന്നതിൽ തരക്കേടൊന്നുമില്ലെന്ന് എനിക്കും തോന്നിയതാ എന്ന് കരുതിയിട്ടോ. ഇപ്പൊ എല്ലാം പോയില്ലേ. തളർന്നു കിടക്കുന്ന ആ മാംസപിണ്ഡത്തിനെ എന്തിനാണ് ഇനി ഇവിടെ? ചികിത്സിച്ചാൽ ആ മാംസപിണ്ഡം നടക്കുകയും ഓടുകയും ഒക്കെ ചെയ്യുവച്ചാ. അനന്ത് ശബ്ദം താഴ്ത്തി. എന്താടാ നീ ഈ പറയുന്നത്? രാജേശ്വരി അമ്പരന്നു. നാളെ വിനുവിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു കഴിഞ്ഞു. അവൾക്ക് എണീറ്റ് നടക്കാൻ കഴിയുമച്ചാ. പ്രഭാകരനും രാജേശ്വരിയും അന്താളിപ്പോടെ നോക്കി. ഇവന് ഭ്രാന്താണച്ചാ, രാജു പറഞ്ഞു. മനുഷ്യനായാൽ പ്രായോഗിക ബുദ്ധി വേണ്ടേ? എന്ത് ഭ്രാന്തായാലും കൊള്ളാം. ഈ വന്ന 2 ആലോചനകളും ഞാൻ ഉറപ്പിക്കാൻ പോവുകയാണ്. അച്ഛാ, അനന്തു അരുതെന്ന ധ്വനിയിൽ വിളിച്ചു. പ്രഭാകരൻ അത് ചെവിക്കൊണ്ടില്ല. ഇനി നിന്റെ ഇഷ്ടത്തിന് വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞാനിത് ഉറപ്പിക്കുന്നു. ഒരു ദിവസം തന്നെ 2 കല്യാണവും. ആ പെൺകുട്ടി നിന്നെ കണ്ടിട്ടുള്ളതാണ്. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെന്ന് കാണാം. കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാൻ നിശ്ചയിക്കുന്ന ദിവസം നിന്റെ കല്യാണം നടക്കും. അത് നടന്നില്ലെങ്കിൽ പിന്നെ അനന്തു എന്ന ഒരു മകൻ കൊട്ടാരപ്പറമ്പിൽ പ്രഭാകരന് ജനിച്ചിട്ടേയില്ല എന്ന് കരുതും ഞാൻ. ഉറച്ച സ്വരമായിരുന്നു അത്, ശബ്ദം പോലെ. ആ ശബ്ദം ഇടിവാള് പോലെ അനന്തുവിന്റെ ശിരസിൽ പതിച്ചു. പണത്തിന് വേണ്ടിയാണ് തന്റെ സ്നേഹമെന്ന് തെറ്റിദ്ധരിച്ച് വിനു അന്ന് ഫോണിൽ സംസാരിച്ചതോടെ അനന്ത് തീർച്ചപ്പെടുത്തിയതാണ്. ഇനി അവളോട് സ്നേഹം യാചിക്കാൻ പാടില്ല. അച്ഛൻ നിശ്ചയിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് സമ്മതം മൂളുകയെന്ന്. അതിനായി ശ്രമിച്ചു. പക്ഷെ ഇന്നോളം കഴിഞ്ഞില്ല. ഇപ്പോൾ വിനുവിന്റെ നില ഇതായി. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാലും അവൾ സമ്മതിക്കുമൊന്നുമില്ല. സ്വന്തമായ ചിന്താശൈലിയും തീരുമാനങ്ങളുമാണ് അവൾക്കുള്ളത്. എല്ലാം അറിയാം. എന്നിട്ടും മനസ്സിനെ മടക്കിയെടുക്കാനാവുന്നില്ല. അനന്തുവിന്റെ സങ്കടം അതാണ്. പക്ഷേ അച്ഛൻ ഇങ്ങനെ കർശനമായി പറഞ്ഞാലോ? അച്ഛനെ ധിക്കരിക്കാൻ വയ്യ. വിവാഹം നടക്കുകയരുത്. എന്താണ് വഴി? നല്ല അലയൻസ് ആണ് ചേട്ടാ. നമുക്ക് ചേരുന്ന വിദ്യാഭ്യാസവും സംസ്കാരവും കുടുംബത്തിന് തന്നെയുണ്ട്. പെണ്ണ് കാഴ്ചയിൽ തെറ്റില്ല. ചേട്ടന് ഇഷ്ടപ്പെടും. പേര് സജിനി. കോപ്പറേറ്റീവ് ബാങ്കിലാണ് ജോലി. ഇത്രയും നല്ല ആലോചന ഇനി വന്നു എന്ന് വരില്ല. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ രാജു പറഞ്ഞു. അനന്തുവിന്റെ സമ്മതം എങ്ങനെയും നേടാനാണ് രാജുവിന്റെ ശ്രമം. ആ ദൗത്യം പ്രഭാകരനും രാജേശ്വരിയും കൂടി അവനെ ഏൽപ്പിച്ചതാണ്. ആ വിവാഹം നടന്നാൽ അനന്തുവിനുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചെല്ലാം രാജു വിശദീകരിച്ചു. തനിക്ക് വന്ന ആലോചന രാജുവിന് ഇഷ്ടപ്പെട്ടു. അവൻ പോയി പെൺകുട്ടിയെ കാണുകയും മനസ്സാ നിശ്ചയിക്കുകയും ചെയ്തു കഴിഞ്ഞു. രജിസ്റ്റർ ഓഫീസിലാണ് പെൺകുട്ടിക്ക് ജോലി. ഉദ്യോഗസ്ഥകളായ 2 മരുമക്കൾ ഒരുമിച്ച് കൊട്ടാരപ്പറമ്പിലേക്ക് കയറി വരിക എന്നതൊരു ചെറിയ കാര്യമല്ല. അതൊരു വലിയ സംഭവമായി തന്നെ രാജു ചിത്രീകരിച്ചു. അനന്ത് മറുപടി പറഞ്ഞില്ല. അനുകൂലിക്കുന്നതായി ഭാവിച്ചു. ഉറങ്ങും മുമ്പ് പെണ്ണ് കാണാൻ പോകാമെന്ന് രാജു അനന്തുവിൽ നിന്ന് സമ്മതം വാങ്ങുക തന്നെ ചെയ്തു. പുലർച്ചെ രാജു പ്രഭാകരനോട് പറഞ്ഞു. ചേട്ടൻ 3/4 ഭാഗവും സമ്മതിച്ചച്ച. ഇനി പെണ്ണ് കാണൽ കൂടി കഴിയുമ്പോൾ പൂർണ്ണമായ സമ്മതം ഉണ്ടാകും. അവനൊന്ന് സമ്മതിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, അയാൾ പറഞ്ഞു. അനന്ത് പതിവ് പോലെ സ്കൂളിലേക്ക് പോയി. ഉച്ച കഴിഞ്ഞ് ലീവ് എടുത്തു. മെഡിക്കൽ കോളേജിലേക്ക് പോയി. വിനുവിനെ ഡിസ്ചാർജ് ചെയ്തിരുന്നു. ലഗേജുകളൊക്കെ തയ്യാറാക്കി കാത്തിരിക്കുകയായിരുന്നു അരുന്ധതി. ഞങ്ങൾ റെഡിയായിട്ട് 1/2 മണിക്കൂറായി അനന്തു, അരുന്ധതി പറഞ്ഞു. ഉച്ചവരെ ക്ലാസ് എടുക്കേണ്ടതായി വന്നു വല്യമ്മേ. ടേംലി എക്സാം നടക്കുകയല്ലേ. പോർഷൻ തീർന്നില്ലെങ്കിൽ കുട്ടികൾ വിഷമിക്കില്ലേ? ഉണ്ണിക്കുട്ടിയുടെ മൂക്കത്ത് ഒന്ന് ചെറുതായി തോണ്ടി കൊഞ്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഞാനൊരു വാൻ പറഞ്ഞിട്ടുണ്ട്. അതിലാവുമ്പം ബെഡിലേത് പോലെ കിടക്കാം. നമ്മൾ എങ്ങോട്ടാ അനന്ത് പോവുക? അരുന്ധതി ചോദിച്ചു. അത് ഇനിയും തീരുമാനിക്കണം വല്യമ്മേ, അനന്ത് പറഞ്ഞു. ഈ അവസ്ഥയിൽ വീട്ടിലേക്ക് പോകുന്നതിലും നല്ലത് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകുന്നതല്ലേ. അരുന്ധതിയുടെ കണ്ണുകൾ നിറഞ്ഞു.
തേങ്ങുകയായിരുന്നു വിനു. താൻ ചെന്ന് കണ്ട് സംസാരിച്ച ഹോസ്പിറ്റലുകളെക്കുറിച്ച് അനന്ത് പറഞ്ഞു. അരുന്ധതിയും വിനു തൃപ്തി ആയുർവേദമായിരുന്നു. ഇന്ദിരയുടെ അഭിപ്രായം അത് തന്നെ. ആയുർവേദ ഹോസ്പിറ്റലിൽ വണ്ടി എത്തിച്ചപ്പോൾ അവിടെയും വിനുവിനെ അകത്തേക്ക് കൊണ്ടുപോകാൻ സ്ട്രക്ചർ റെഡിയായിരുന്നു. വലിയ ഹോസ്പിറ്റലും ഒരുപാട് രോഗികളും ആവശ്യത്തിന് ഡോക്ടേഴ്സും ഉണ്ട്. അവിടെ അനന്തു എല്ലാം ഏർപ്പാടാക്കിയിരുന്നു. റൂം ഉടനെ കിട്ടി. അതിനുള്ളിലെ ബെഡിൽ വിനു കിടന്നു. 4 ആയുർവേദ ഡോക്ടേഴ്സ് കൂടി ചേർന്ന് ഇട്ടിരിക്കുന്ന ഹോസ്പിറ്റലാണ് ഹൃദയ. ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റും ഏറ്റവും നല്ല താമസ സൗകര്യങ്ങളും എല്ലാം അവിടെ ലഭ്യമാണ്. ഡോക്ടർ പ്രഭുചന്ദ്രനാണ് വിനുവിനെ പരിശോധിച്ചത്. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള കേസ് ഷീറ്റുകളെല്ലാം നോക്കി വിശദമായ പരിശോധന കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഒന്നൊന്നായി ട്രീറ്റ്മെൻറ്റുകൾ പലതുണ്ട്. ധാര, ഉഴിച്ചിൽ, ഞവര, സ്റ്റീം ബാത്ത് എല്ലാം ഉൾപ്പെടും. ഒന്നൊന്നായി ചെയ്യണം. സമയമെടുക്കും. 3 മാസം. എന്താ 3 മാസം കൊണ്ട് എല്ലാം സുഖമാകുമോ ഡോക്ടർ? അരുന്ധതി ചോദിച്ചു. പൂർണ്ണമാകും എന്ന് ഞാൻ പറയില്ല, എങ്കിലും മാറ്റം ഉണ്ടാകും. ഈ അവസ്ഥയായിരിക്കില്ല 90 ദിവസം കഴിയുമ്പോൾ, അത് ഉറപ്പ്. അരുന്ധതിയുടെ മുഖത്ത് ആശ്വാസം കണ്ടു. കഷായങ്ങളും ഗുളികകളും ഒക്കെ ഇവിടുന്ന് തന്നെ കൊടുക്കും. ഡോക്ടർ തുടർന്നു. രോഗിയെ പരിചരിക്കാനും എല്ലാവിധ ശുശ്രൂഷകൾക്കും ഇവിടെ നേഴ്സുമാരുണ്ട്. അതുകൊണ്ട് കൂടെ ആരും നിൽക്കണ്ട. അല്ലേ ഡോക്ടർ, അതെങ്ങനാ? അപ്പം മോൾക്ക് ആഹാരമൊക്കെ കൊടുക്കാൻ ആൾ വേണ്ടേ? വലത് കൈക്കാ വയ്യായിക, വാരി കൊടുക്കണ്ടേ? ഞങ്ങളില്ലാണ്ടായാൽ അതാരാ ചെയ്യുക? അരുന്ധതിക്ക് ഉത്കണ്ഠയായി. ആഹാരമൊക്കെ പഥ്യത്തിലുള്ളതാണ്. അതിവിടെ ഉണ്ടാക്കി കൊടുക്കും. വാരി കൊടുക്കണമെങ്കിലും അതിവിടെ ചെയ്യും. വിഷമിക്കണ്ട. എന്നാലും ആരുമില്ലാതെ അരുന്ധതിക്ക് തേക്കമായി. ഈ റൂമിൽ പേഷ്യൻറ്റിൻ്റെ കൂടെ ഞങ്ങൾ ആരെയും താമസിപ്പിക്കില്ല. വേണമെങ്കിൽ പുറത്ത് ലോഡ്ജിൽ റൂം എടുക്കാം. ആവശ്യം തോന്നിയാൽ പേഷ്യൻറ്റിനെ കാണാം, ഡോക്ടർ പ്രഭുചന്ദ്രൻ പറഞ്ഞു. പുറത്ത് റൂം എടുക്കുന്നതിലും നല്ലത് വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നതാണ്, ഡോക്ടർ പ്രഭുചന്ദ്രൻ തന്നെ പറഞ്ഞു. സ്വന്തം വീട് പോലെ സേഫാണ് ഇവിടം. പേഷ്യൻ്റ് ഒറ്റയ്ക്കാണെന്നുള്ള വിഷമവും വേണ്ട. എന്തിനും ഏതിനും സിസ്റ്റേഴ്സ് ഉണ്ട്. പേഷ്യൻറ്റിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ബന്ധുക്കളെ അകറ്റുന്നത്. എന്നാൽ എപ്പോൾ വേണമെങ്കിലും പേഷ്യൻറ്റിനെ കാണാൻ അനുവാദമുണ്ട്. ഒടുവിൽ അരുന്ധതി സമ്മതിച്ചു വീട്ടിലേക്ക് പോകാമെന്ന്. അനന്തു വിനുവിൻ്റെ അടുത്തെത്തി. എന്തു പറയുന്നു വിനു? ഭയമുണ്ടോ? എന്തിന്? ഒറ്റയ്ക്ക് കിടക്കാൻ? ഒട്ടുമില്ല. വിനുവിൻ്റെ സ്വരം താഴ്ന്നു. മരണം ആഗ്രഹിക്കുന്നവളാണ്. നിങ്ങൾ വലിക്കുന്ന വഴി ഇപ്പോൾ നീങ്ങുന്നു എന്ന് മാത്രം. ആ സ്ഥിതിക്ക് ഒറ്റയ്ക്കായാലെന്ത്, കൂടെ ആളുകളുണ്ടെങ്കിലെന്ത്, എല്ലാം ഒരുപോലെ. നിങ്ങൾ പോയിക്കോളൂ. ഞാൻ ഇനി ഈ ഏകാന്തതയുമായി പൊരുത്തപ്പെടട്ടെ. ഒരു ടാക്സിയിൽ അരുന്ധതിയെയും ഇന്ദിരയും കയറ്റി അനന്ത് ശാന്തിയിലേക്ക് വിട്ടു. അനന്തുവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു ഉണ്ണിക്കുട്ടി. ശാന്തിയുടെ ഗേറ്റ് കടന്ന് വണ്ടി നിന്നു. ഇന്ദിര വാതിൽ തുറന്നു. അനന്ത് കുഞ്ഞുമായി ആദ്യം ചെന്ന് നിന്നത് ഷോക്കേസിൻ്റെ മുമ്പിലാണ്. അരുന്ധതി നടുക്കത്തോടെ കണ്ടു. ആ ഷോക്കേസിനുള്ളിൽ ആ പാവക്കുട്ടി. വെള്ളാരം കണ്ണും ചുരുണ്ട മുടിയും ആപ്പിൾ കവിളുകളുമുള്ള പാവക്കുട്ടി. വിഷ്ണുവിൻ്റെ സമ്മാനം. വിഷ്ണു അറിഞ്ഞിരുന്നോ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് പെണ്ണാണെന്ന്? വിനു ഗർഭിണിയാണെന്ന് പോലും അറിയാതിരുന്ന വിഷ്ണു എങ്ങനെ മനസ്സിലാക്കും കുഞ്ഞാണോ പെണ്ണോ എന്ന്? അനന്ത് തിരിഞ്ഞു നോക്കി. വിങ്ങി വിതുമ്പുകയാണ് അരുന്ധതി. വിഷ്ണുവിൻ്റെ ആഗ്രഹം പെൺകുഞ്ഞാകണമെന്നായിരുന്നു അല്ലേ വല്യമ്മേ? കുഞ്ഞിനെ അവൻ അരുന്ധതിയുടെ പക്കലേൽപ്പിച്ചു. ഞാൻ ഇറങ്ങാണ് വല്യമ്മേ. എന്താവശ്യമുണ്ടേലും എപ്പോഴായാലും വിളിക്കണം, ഞാൻ വരും. അരുന്ധതി തലയാട്ടി. ഹോസ്പിറ്റലിൽ വല്യമ്മയ്ക്ക് പോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. അരുന്ധതി തലയാട്ടി. അനന്തു ഇറങ്ങി. അപ്പോഴാണ് അരുന്ധതി ഒരു കാര്യം ഓർത്തത്. നിൽക്കനന്തു. എന്താ വല്യമ്മേ? അവൻ നിന്നു. ഒരു കാർ വേണം. കാറോ? അനന്തു അമ്പരന്നു. അതെ, ഒരു കാർ. നല്ലൊരെണ്ണം ഏർപ്പാട് ചെയ്ത് ഉടൻ വാങ്ങണം. പണം എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി. ഒരു ഡ്രൈവറേയും വേണം. അരുന്ധതി തുടർന്നു. വിനു ഹോസ്പിറ്റലിലാണ്. ദിവസവും പോയി അവളെ കാണണം എനിക്ക്. അല്ലെങ്കിൽ പാവം അവൾ സങ്കടപ്പെടും. എന്ന് ടാക്സിയോ ഓട്ടോറിക്ഷയോ പിടിക്കണ്ടേ? അല്ല, ആ വകയിൽ നിന്റെ ചെലവ് ചുരുക്കുകയും ചെയ്യാമല്ലോ. അനന്ത് പുഞ്ചിരിച്ചു. ചികിത്സ കഴിഞ്ഞ് സുഖപ്പെട്ട് വന്നാലും വിനു കുറച്ചു നാളെങ്കിലും കാറിൽ സഞ്ചരിക്കുന്നതാണ് നല്ലത്. ഞാൻ അന്വേഷിക്കാം വല്യമ്മേ. ഉടനെ വേണം. ശരി. അനന്ത് നടന്നു. രാജു വൈകുന്നേരം തൻ്റെ സ്കൂട്ടറിൽ വരുമ്പോഴാണ് കണ്ടത്. ശാന്തി തുറന്നിരിക്കുന്നു. വീട്ടിൽ ആളനക്കവും ഉണ്ട്. രാജു വണ്ടി നിർത്തി ഇറങ്ങി. ഹോസ്പിറ്റലിൽ വല്ലപ്പോഴും വന്ന് അവൻ വിവരങ്ങൾ അറിഞ്ഞിരുന്നു. അകത്ത് വന്ന് ഉണ്ണിക്കുട്ടിയെ കണ്ട് ഒന്ന് ഓമനിച്ചിട്ട് രാജു വിശേഷങ്ങൾ ആരാഞ്ഞു. വിനുവിനെ ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത വിവരവും അരുന്ധതി പറഞ്ഞു. കേട്ടോ വല്യമ്മേ, ചേട്ടൻ ഇപ്പോഴും വിനുവേട്ടത്തെക്കുറിച്ചുള്ള ആശ വിട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അരുന്ധതി നിശബ്ദയായി. അച്ഛൻ വേറെ വിവാഹാലോചനകളുടെ ബഹളം തന്നെ. ഇപ്പോൾ ഓരോ നല്ല ആലോചന ഞങ്ങൾക്ക് 2 ആൾക്കും വന്നിട്ടുണ്ട്. നിനക്കുമോ? അരുന്ധതി നോക്കി. പിന്നല്ലാതെ.
അവൻ കെട്ടാനായി കാത്തിരുന്ന് ഞാൻ മടുത്തു. അവനൊരു പോക്ക് കേസാന്ന് എനിക്ക് തോന്നുന്നേ. എന്താടാ നീ ഈ പറയുന്നത്? അരുന്ധതി ശാസിച്ചു. പിന്നല്ലാതെ, അവന് സൗകര്യം ഒത്തു വരുമ്പോൾ എനിക്ക് പ്രായം കിടക്കും. ഈ പ്രായത്തിലൊക്കെ കെട്ടിയില്ലെങ്കിൽ പിന്നെ മനസ്സിനാണെങ്കിൽ പെണ്ണിനെ കിട്ടൂല വല്യമ്മേ. ഇപ്പോഴാണെങ്കിൽ ഒരു നല്ല പീസാ വന്നിരിക്കുന്നേ. നല്ല പീസോ? അരുന്ധതിക്ക് മനസ്സിലായില്ല. ആ, നല്ല പെൺകുട്ടിയെന്ന് ഈ കോളേജ് പിള്ളേർ പറയുന്നതാ വല്യമ്മേ പീസെന്ന്. രാജു ചിരിച്ചു. അതിന് നീ കോളേജിൽ പഠിക്കുക? എൻ്റെ വല്യമ്മേ, കെട്ടുന്നത് പിള്ളേരെ. കോളേജ് പിള്ളേരുടെ മനസ്സ് തന്നെ എല്ലാ ചെറുപ്പക്കാർക്കും. അരുന്ധതി പുഞ്ചിരിച്ചു. വല്യമ്മ അവനെ ഒന്ന് ഉപദേശിക്കണേ, രാജു വീണ്ടും പറഞ്ഞു. ഈ വന്നതെങ്കിലും നടത്താൻ. ഗർഭിണിയായിരുന്ന വിനുവേട്ടത്തി ഗർഭം ഒഴിയട്ടെ എന്നും പറഞ്ഞ് അവനിരുന്നു. ഗർഭം ഒഴിഞ്ഞപ്പോഴോ ഇങ്ങനെയായി. ഇനിയിപ്പോൾ ചികിത്സിക്കാൻ നടക്കുകയാണവൻ. വട്ടല്ലാതെ എന്തുവാ വല്യമ്മ അവന്? അരുന്ധതിയുടെ മുഖം മങ്ങി. ഏതായാലും ഇനി അവന് രക്ഷപ്പെടാനാവില്ല. അച്ഛൻ കത്രിക പൂട്ടിട്ടിരിക്കുക. എന്താ രാജു? അച്ഛൻ 2 കല്യാണം ഉറപ്പിക്കുന്നു നിശ്ചയിച്ച ദിവസം. ആനന്ദ് തയ്യാറാകുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു മകനില്ലെന്ന് കരുതുമത്രേ. അരുന്ധതിയുടെ നെഞ്ചിടറിപ്പോയി. ഏതായാലും കക്ഷി വീണിട്ടുണ്ട്. അടുത്ത സൺഡേയിൽ പെണ്ണ് കാണാൻ പോകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. മനസ്സോടെ അല്ല, മനസ്സുണ്ടാകാൻ വല്യമ്മ ഒന്ന് അവനെ ഉപദേശിക്കും. അരുന്ധതിക്ക് എന്തു പറയണമെന്നറിയാതെയായി. ആനന്ദ് പെണ്ണ് കാണാൻ പോകുന്നു. പ്രഭാകരൻ അത് ഉറപ്പിക്കാൻ പോകുന്നു. അത് നടന്നില്ലെങ്കിൽ പ്രഭാകരൻ പ്രശ്നം ഉണ്ടാക്കും തീർച്ച. അപ്പോൾ അത് നടന്നേക്കുമോ? അരുന്ധതിക്ക് ആകെ ഒരു വെപ്രാളമായി, പരവേശമായി. എന്തിന്? അനന്ത് വിവാഹം കഴിക്കുന്നതിന് താൻ എന്തിനു വെപ്രാളപ്പെടണം? അരുന്ധതിക്ക് മനസ്സിലായതേയില്ല. എന്നാലും അവർക്കുള്ളിൽ ആകെ ഒരു വിഷമം തന്നെയായി. അവനെ നഷ്ടപ്പെടുമോ എന്ന ശങ്ക. അവൻ്റെ സഹായം, സാമീപ്യം ഒക്കെ ഇപ്പോൾ തനിക്ക് ആവശ്യമാണ്, അത്യാവശ്യമാണ്. സ്വാർത്ഥതയാണോ അറിയില്ല. എന്നാലും അരുന്ധതി പ്രാർത്ഥിച്ചു, ഈ ആലോചന തള്ളിപ്പോകണേ ഈശ്വര. കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പടി കടന്നു ആനന്ദ് കൗണ്ടറിലെത്തി. സജിനി ഒന്ന് കാണണം. ആദ്യം കൗണ്ടറിൽ കണ്ട ആളോട് തന്നെ അനന്ത് പറഞ്ഞു. കൗണ്ടറിൻ്റെ അങ്ങേ തലക്കിലിരുന്ന് ചൂണ്ടിക്കാട്ടി അയാൾ പറഞ്ഞു, ദാ ഇരിക്കുന്നു ആ മഞ്ഞ ചുരിദാർ. അനന്തു അങ്ങോട്ട് നീങ്ങി. കൗണ്ടറിൽ ചിട്ടി എന്ന് എഴുതിയ ബോർഡിന് താഴെയാണ് സജിനിയുടെ സീറ്റ്. ബാങ്കിലെ ചിട്ടിയുടെ ചാർജ് ആകും സജിനിക്ക്. ഒറ്റ നോട്ടത്തിൽ അനന്ത് വിലയിരുത്തി. രാജു പറഞ്ഞത് ശരിയാണ്, കാഴ്ചയിൽ തരക്കേടില്ല. സജിനി, അവൻ വിളിച്ചു. എഴുതിക്കൊണ്ടിരുന്ന ബുക്കിൽ നിന്ന് മുഖമുയർത്തി. സജിനിയുടെ മിഴികൾ ഒന്ന് മിന്നി. ആ മുഖത്ത് പ്രകാശം പരന്നു. നേരിയൊരു പുഞ്ചിരി. ആ പുഞ്ചിരിയിൽ നാണത്തിൻ്റെ ഇതളുകൾ. ഒന്ന് സംസാരിക്കാനാണ്, പുറത്തേക്ക് വരുമോ? തൊട്ടടുത്ത സീറ്റിലിരുന്ന സ്ത്രീയോട് ചെവിയിൽ എന്തോ പറഞ്ഞിട്ട് സജിനി എണീറ്റു. നേരിയ പരിങ്ങലോടെ അനന്തു വരാന്തയിലേക്ക് ഇറങ്ങി. പിന്നാലെ സജിനി. എന്നെ സജിനി കണ്ടിട്ടുണ്ടല്ലോ? ഉവ്. അവൾ സ്വരം താഴ്ത്തി. എവിടെ വെച്ചാണ്? ബ്രദറിൻ്റെ കുട്ടി സാറിൻ്റെ സ്കൂളിലാണ്. ഹർഷ. വാർഷിക പരിപാടിക്ക് മോളോടൊപ്പം ഞാനും വന്നു. അന്ന് അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് സാർ സ്റ്റേജിലെത്തിയ ഒരു ലളിതഗാനം പാടി, ശരിയല്ലേ? ഉവ്, അനന്ത് സമ്മതിച്ചു. മോൾ അപ്പോൾ പറഞ്ഞു അവരെ കെമിസ്ട്രി പഠിപ്പിക്കുന്ന സാറാണെന്ന്. കെമിസ്ട്രിയും രാഗവും തമ്മിൽ എന്ത് ബന്ധമെന്നോർത്ത് ഞാൻ ചിരിച്ചു വന്നു. അത് ഓർത്തിരിക്കാൻ മാത്രം വലിയ കാര്യമൊന്നുമില്ല. സാറിൻ്റെ അച്ഛൻ വീട്ടിൽ വന്നപ്പോൾ സ്കൂളും പേരുമൊക്കെ പറഞ്ഞപ്പോൾ ആളെ ഓർത്തു. കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് വേണ്ടിയിരുന്നില്ല. അനന്ത് സ്വരം താഴ്ത്തി. സജിനി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ വന്ന് കണ്ടില്ലെങ്കിലും വിവാഹം ഉറപ്പിക്കും എന്ന് അച്ഛൻ പറഞ്ഞു. അനന്തുവിൻ്റെ ശബ്ദം വീണ്ടും താഴ്ന്നു. സജിനി അമ്പരന്നു. ക്ഷമിക്കണം സജിനി, ഇവിടെ വന്ന് ബുദ്ധിമുട്ടാക്കിയത് മാപ്പാക്കണം. വേറെ വഴിയില്ലാഞ്ഞിട്ടാണ്. എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല. മറ്റൊരു പെണ്ണ് മതി. സജിനി പറഞ്ഞു. എനിക്ക് സാറിനെ പരിചയമുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ സാറിനെ സ്നേഹിക്കാൻ തുടങ്ങിയില്ല, ആഗ്രഹവും ഉണ്ടായില്ല. അതുകൊണ്ട് എനിക്ക് സങ്കടമോ നഷ്ടബോധമോ ഉണ്ടാവില്ല. സാർ പോയിക്കോളൂ. അനന്ത് വിഷമത്തോടെ നോക്കി. സജിനി തിരിഞ്ഞ് അകത്തേക്ക് കയറി. അനന്ത് സ്വയം കുറ്റപ്പെടുത്തി. വരേണ്ടിയിരുന്നില്ല. സജിനി ഒന്ന് തിരിഞ്ഞു നോക്കി. നഷ്ടബോധമില്ലെന്ന് പറഞ്ഞെങ്കിലും ആ മിഴികളിൽ അതുണ്ടായിരുന്നെന്ന് അനന്ത് കണ്ടു. മുഖം തിരിച്ചുപോയി അവൻ. ഇറങ്ങിപ്പോന്നു. വീട്ടിലേക്ക് ചെല്ലാൻ തോന്നിയില്ല. ഹോസ്പിറ്റലിൽ ചെന്ന് വിനുവിനെ കാണാനും തോന്നിയില്ല. ശാന്തിയിലേക്ക് ചെല്ലാനും കഴിഞ്ഞില്ല. ഏതായാലും സജിനിയുടെ ആലോചനയിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടല്ലോ. ആ ആശ്വാസമുണ്ടായിരുന്നു അനന്തുവിന്. വീട്ടിലെത്തുമ്പോൾ 10 മണി. വരാന്തയിൽ തന്നെ ഉണ്ടായിരുന്നു പ്രഭാകരൻ. വണ്ടി സ്റ്റാൻഡിൽ വെച്ച് പൂട്ടി താക്കോലുമായി അനന്ത് വരാന്തയിലേക്ക് കയറിയതേ ഉള്ളൂ. നീ കല്യാണം മുടക്കി അല്ലേടാ? ചോദ്യത്തോടൊപ്പം കൈ വീശി പ്രഭാകരൻ സർവ്വശക്തിയും സംഭരിച്ച് ഒറ്റയടി. അനന്തു വരാന്തയിൽ നിന്ന് മുറ്റത്തേക്ക് വീണു. എന്താണ് ഈ ചെയ്തത്? ശബ്ദം കേട്ട് അകത്തു നിന്ന് ഓടി വന്ന രാജേശ്വരി കണ്ടു മുറ്റത്തേക്ക് വീണ മകനെ. അയ്യോ,
രാജേശ്വരി ഓടി മുറ്റത്തേക്കിറങ്ങി. ഇത്ര പെട്ടെന്ന് വാർത്ത കൊട്ടാരപ്പറമ്പിലെത്തുമെന്നോ പ്രഭാകരൻ തല്ലാൻ തയ്യാറായിട്ട് നിൽക്കുന്നതെന്നോ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല അനന്തുവിന്. അതാണ് വീഴാൻ കാരണം. തലയടിച്ചാണ് വീണത്. തലയുടെ ഇടതുവശം ചെവിക്ക് മുകളിലായി കല്ലിലോ മറ്റോ കൊണ്ടതാവും. ലേശം തൊലി പൊട്ടി ചോര പനിച്ചു. മുടിയിൽ ചോര പറ്റിപ്പിടിച്ചു. കൈമുട്ടുകളും ഒരഞ്ഞ് തൊലി പൊട്ടി ചോര വന്നു. രാജേശ്വരി മകനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവന് കല്യാണം വേണ്ടെങ്കിൽ വേണ്ട, തല്ലിയിട്ടാണോ കല്യാണം നടത്തുന്നേ? രാജേശ്വരി ചോദിച്ചു. എന്തൊക്കെയായാലും തന്നെ അമ്മയെന്ന് ആദ്യം വിളിച്ച മൂത്ത മകനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ രാജേഷിക്ക് എന്തും. നീ എന്നാ മകന് സൈഡ് നിൽക്കുവാണോ? പ്രഭാകരൻ രാജേശ്വരിയോട് തിമട്ടി. സൈഡ് നിൽക്കുവല്ല, അവന് വേണ്ടാന്ന് പറഞ്ഞു. നമ്മൾ വകവെച്ചില്ല. അതാവും അവൻ ആ പെണ്ണിനെ കണ്ടു പറഞ്ഞത് എന്ന് വെച്ച് തല്ലി കൊല്ലുവാണോ? രാജേശ്വരിക്ക് സങ്കടം വന്നു. വാടാ. രാജേശ്വരി അനന്തുവിനെയും കൊണ്ട് വരാന്തയിലേക്ക് കയറി. അവർ ഡെറ്റോളും പഞ്ഞിയും മരുന്നും പ്ലാസ്റ്ററും ഒക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും അനന്തു തൻ്റെ മുറിയിൽ കയറി വാതിലടച്ചു കഴിഞ്ഞു. അനന്തു, വാതിൽ തുറക്കടാ, ദാണ്ട് ചോര വരുന്നുണ്ടല്ലോ, ആ മുറിവ് കെട്ടട്ടെ. അനന്ത് വാതിൽ തുറന്നില്ല. ബഹളം കേട്ട് ഉറക്കത്തിലായിരുന്നു രാജു എണീറ്റ് വന്നു. അച്ഛൻ ചെയ്തത് ശരിയായില്ല, അവനും പറഞ്ഞു. കല്യാണം എന്ന് പറയുന്നത് അടിച്ചും തല്ലിയും നടത്താവുന്ന ഒന്നാണെന്നാണോ അച്ഛൻ്റെ ധാരണ? പറയണം, നിർബന്ധിക്കണം, എന്നിട്ടും വഴങ്ങുന്നില്ലെങ്കിൽ വിട്ടുകളയണം, അല്ലാതെന്താ? പോടാ. പ്രഭാകരൻ ചീറി. തന്റെ പഠിപ്പിക്കാനും ശാസിക്കാനും വന്നേക്കുന്നു. രാജു പിൻവലിഞ്ഞു. തളർന്നു കിടക്കുന്ന വിനുവിനെ അനന്തു കൊണ്ടുവന്ന് കളയും എന്നാണ് പ്രഭാകരന്റെ പേടി. അനന്തുവിന്റെ സ്വഭാവം വെച്ച് ഒന്നും പറയാനാവില്ല. രാജു ഒക്കെ ആണെങ്കിൽ എന്തും നല്ലവണ്ണം നോക്കിയും കണ്ടും ലാഫേച്ച കണ്ടും ഒക്കെ ചെയ്യും. അതിൽ സംശയമില്ല. അനന്തു അങ്ങനെയല്ല. ലാഫേച്ചയല്ല അവന്, മനസ്സിന്റെ തൃപ്തിയാണ് എപ്പോഴും. ചെറുപ്പം മുതലേ അധ്യാപകനാകാനായിരുന്നു താല്പര്യം. വളർന്നിട്ടും ആ താല്പര്യം മാറിയില്ല. ആ ലക്ഷ്യത്തോടെ പഠിച്ചു. ആ ലക്ഷ്യം നേടിയപ്പോഴായിരുന്നു അവൻ്റെ തൃപ്തി. ആ സ്വഭാവമാണ് പ്രഭാകരനെ ഭയപ്പെടുത്തുന്നത്. ഉണ്ണിക്കുട്ടിയെ കാണാൻ ശാന്തിയിൽ രാജേശ്വരി എത്തി. അപ്പോഴാണ് അനന്ത് തന്നെ പെണ്ണിനെ കണ്ട് ആലോചന മുടക്കിയ കാര്യം അരുന്ധതി അറിയുന്നത്. എന്തെന്നറിയില്ല, അരുന്ധതിക്ക് അത് കേട്ടപ്പോൾ ഒരുപാട് ആശ്വാസമാണ് ഉണ്ടായത്. ഏതായാലും അച്ഛനും മകനും തമ്മിൽ ഇപ്പോൾ മിണ്ടാട്ടമില്ല. അതാണ് എൻ്റെ സങ്കടം. രാജുവിൻ്റെ ആലോചനയും ഉറപ്പിക്കാൻ പോവുക, അവൻ്റെതെങ്കിലും നടക്കട്ടെ, രാജേശ്വരി പറഞ്ഞു. അനന്തോനും മാലയോഗം ആയിട്ടുണ്ടാവില്ല, അരുന്ധതി പറഞ്ഞു. അതാകുമ്പോൾ അവന് കൂട്ടി എഴുതേക്കണ പെണ്ണ് താനേ മുൻപിലെത്തുവന്നേ. അനന്ത് പൊത്തോന്ന് സമ്മതിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ആ ഒരു സമാധാനത്തിലാണ് ഞാൻ, രാജേശ്വരി പറഞ്ഞു. ആയുർവേദ ഹോസ്പിറ്റലിൽ വിനുവിൻ്റെ ചികിത്സ മുറയ്ക്ക് നടന്നു. കഷായം, ഗുളികകൾ, ലേഹ്യം അതൊക്കെ അകത്തേക്ക്, കുഴമ്പ്, എണ്ണ ഒക്കെ പുറമെ. ഉഴിച്ചിലും പിഴിച്ചിലും വേറെ. 1 മാസം കഴിഞ്ഞു. ഒരു ദിവസം അനന്ത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ വിനുവിൻ്റെ മിഴികൾ പൂത്തിരുന്നു. ആഹ്ലാദത്തിൻ്റെ കുഞ്ഞലകൾ നൃത്തം വെക്കുന്നു. അതരങ്ങളിൽ പുഞ്ചിരിയുടെ രൂപത്തിൽ. നോക്കാനെന്തോ? വിനു തൻ്റെ വലത് കൈയിലെ വിരലുകൾ മെല്ലെ ചുരുട്ടി കാണിച്ചു. കണ്ടോ, എൻ്റെ വിരലുകൾക്ക് അനക്കം വെച്ചു. കാലിൻ്റെ വിരലും നല്ലോണം അനക്കുകയും മടക്കുകയും ചെയ്യാം അനന്തു. ശരിയാണ്, അനന്തു കണ്ടു. വിനുവിൻ്റെ കൈവിരലുകളും കാൽവിരലുകളും മെല്ലെ ചലിക്കുന്നത്. പത്തികൾ അനങ്ങുന്നില്ലെങ്കിലും അതൊരു ശുഭസൂചനയാണ്. 1 മാസം കൊണ്ട് ഇത്രയും പുരോഗമിച്ചെങ്കിൽ അധികം വൈകാതെ പത്തികളിലും അതിനു മുകളിലേക്കും ഒക്കെ ജീവന്റെ തുടിപ്പുണ്ടാവില്ലേ? ഉണ്ടാവും. അനന്തുവിൻ്റെ നെഞ്ചിലും ആഹ്ലാദത്തിൻ്റെ തുടിപ്പുകളുണ്ടായി. മെല്ലെ അവൻ ആ വിരലുകളിൽ ഒന്ന് തൊട്ടു. ആ സ്പർശനം വിനു അറിഞ്ഞു. അവൾ പെട്ടെന്ന് വിരലുകൾ ചുരുട്ടി പിടിച്ചു. താൻ തൊടാതിരിക്കാനാവും. അനന്ത് കണ്ടു. വിനു മുഖം തിരിച്ചു കിടക്കുന്നു. യാത്ര പറയാൻ തോന്നിയില്ല. അവൻ ഇറങ്ങിപ്പോന്നു. ശാന്തിയിലെത്തി അരുന്ധതിയെ കണ്ടു. പിന്നിലെ വാരത്തിൽ ഒരു ചെറിയ ക്യാൻവാസ് ഷീറ്റിൽ കിടത്തി ഉണ്ണിക്കുട്ടിയെ കുളിപ്പിക്കുകയാണ് അരുന്ധതി. അരികിൽ ചെറിയ സ്റ്റീൽ ചരുവത്തിൽ വെള്ളം, ബേബി സോപ്പ് മുതലായവ. അനന്തു അരുന്ധതിക്ക് അഴകിൽ കുന്തക്കാലിന്മേലിരുന്നു. കുളിപ്പിച്ചിട്ട് ഉണ്ണിക്കുട്ടിക്ക് ഒരു വഴക്കും ഇല്ലല്ലോ വല്യമ്മേ. കുളിക്കുന്നത് കുഞ്ഞിനൊരു സുഖമാണെന്ന് തോന്നുന്നു. അനന്ത് കണ്ടില്ലേ, വെള്ളം ദേഹത്തൊഴിക്കുമ്പോൾ ചിരിക്കുക കള്ളി, അരുന്ധതി പറഞ്ഞു. കുഞ്ഞിനെ കുളിപ്പിച്ചു കഴിഞ്ഞ് അരുന്ധതി കുഞ്ഞിനെയും കൊണ്ട് മുറിയിലെത്തി. കുഞ്ഞിനെ തോർത്തുക, ബേബി ക്രീം പുരട്ടുക, ബേബി പൗഡർ പൂശുക, നാപ്കിൻ കെട്ടുക, ഇതിലൊക്കെ മാത്രമായി അരുന്ധതിയുടെ ശ്രദ്ധ. കൗതുകപൂർവ്വം അനന്തു അതൊക്കെ നോക്കി നിന്നു. നിന്നെ ഒന്ന് വിളിക്കണമെന്ന് കരുതുകയായിരുന്നു ഞാൻ. അരുന്ധതി കുഞ്ഞിനെ പൊട്ടു തൊടുവിക്കുകയും കണ്ണെഴുതിക്കുകയും കൊഞ്ചിക്കുകയുമാണ്. അതിനിടയിൽ പറഞ്ഞു, എന്തിനാ വല്യമ്മേ, രാജുവിൻ്റെ വിവാഹം തീരുമാനിച്ചു അല്ലേടാ? ആ. നിന്റെ അമ്മയ്ക്ക് വിഷമമുണ്ട്. ആ. നീ എന്താ വന്ന ആലോചന മുടക്കിയത്? അങ്ങനെ തോന്നി. കല്യാണം വേണ്ടെന്നാണോ? തൽക്കാലം വേണ്ട.
ഞാൻ മൂത്ത് നരച്ച് പോയില്ലല്ലോ. മൂത്ത് നരച്ച് പോകുമെന്ന് രാജുവിന് പേടി. നീ എന്താ ഇങ്ങനെ? ഞാനിങ്ങനെ ആയിപ്പോയി വല്യമ്മേ. അനന്ത് ശബ്ദം താഴ്ത്തി. ആ, നീ നാളെ വരണം. എന്തിനാ വല്യമ്മേ? എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകണം. മോളെ കണ്ടിട്ട് 2 ദിവസമായി. കുഞ്ഞിനെ കാണാൻ അവൾക്ക് എത്ര ആഗ്രഹം ഉണ്ടാവും. പെറ്റ തള്ളയല്ലേ അത്. അരുന്ധതിക്ക് കണ്ണു നിറഞ്ഞു. കാറ് വാങ്ങിച്ചു, ഡ്രൈവറും ഉണ്ട്. പിന്നെന്തിനാ വല്യമ്മേ ഞാൻ? അനന്ത് ചോദിച്ചു. നീയും വരണം. വരാം. ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഇവിടെ വന്ന് കയറിയത് തന്നെ. എന്താ അനന്തു? വിനുവിൻ്റെ കൈവിരലുകളും കാലിൻ്റെ വിരലും ഒക്കെ നല്ലോണം അനങ്ങും. വിരലുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യാം തനിയെ. എൻ്റെ കൃഷ്ണ, വൈക്കത്തപ്പ. അരുന്ധതി കൈ കൂപ്പിപ്പോയി. എൻ്റെ കുട്ടി രക്ഷപ്പെടും, രക്ഷപ്പെടും. അവർ ആവർത്തിച്ചുരുവിട്ടു. എനിക്കിപ്പോൾ തന്നെ കാണണം മോനെ. അരുന്ധതിയുടെ ഉള്ളിൽ ആഹ്ലാദം കുതികുത്തി. നമുക്ക് പോകാം. ഇന്നിനി പറ്റില്ല വല്യമ്മേ. ഈ സമയത്ത് എന്നാൽ കാണാൻ പറ്റില്ല. പച്ചക്കുഴമ്പിട്ട് കിടത്തിയിരിക്കുകയാവും. ശരിയാണ്, അരുന്ധതിക്കും അതറിയാം. പക്ഷേ ആഹ്ലാദ തള്ളലിനിടയിൽ അത് മറന്നുപോയി എന്ന് മാത്രം. നാളെ ശനിയാഴ്ചയല്ലേ. രാവിലെയുള്ള കിഴിയും മറ്റും കഴിയുമ്പോൾ ഉച്ചയാകും. ഉച്ചയ്ക്ക് ഞാൻ വരാം. ഹോസ്പിറ്റലിലേക്ക് പോയോ? ആയിക്കോട്ടെ. അരുന്ധതി ഉണ്ണിക്കുട്ടിയുടെ വായിലേക്ക് ഫീഡിംഗ് ബോട്ടിലിൻ്റെ നിപ്പിൾ വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അമ്മച്ചിയുടെ മുത്തേ, തങ്കക്കട്ടിയെ, കേട്ടോ നിന്റെ അങ്കിള് പറഞ്ഞത്? നിന്റെ അമ്മയുടെ കൈയും കാലും അനങ്ങാൻ തുടങ്ങിയെന്ന്. അരുന്ധതി അനന്തുവിനെ നോക്കി. പ്രസവിച്ചവളുടെ നെഞ്ചിൽ ചൂട് പറ്റി. പാല് കുടിക്കാൻ തലേ വരയില്ലാണ്ട് പോയി ഈ കുരുന്നിന്. യോഗം, വല്ലാത്ത യോഗം, കഷ്ടം. അനന്ത് മറുപടി പറഞ്ഞില്ല. ഇറങ്ങിപ്പോരുമ്പോൾ അവൻ്റെ നെഞ്ചിൽ അരുന്ധതിയുടെ വാക്കുകൾ അസ്വസ്ഥതയുണ്ടാക്കി. നിന്റെ അങ്കിള് പറഞ്ഞത് കേട്ടോന്ന്? കുഞ്ഞിനോടുള്ള ചോദ്യം. അങ്കിൾ, ആർക്കും ആരെയും വിളിക്കാവുന്ന പദം. ബന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വിളിക്കാം. വെറും അപരിചിതനെ പോലും സംബോധന ചെയ്യാൻ പറ്റിയ ഇംഗ്ലീഷ് പദം അങ്കിൾ. വല്യമ്മ കുഞ്ഞുമായുള്ള തൻ്റെ ബന്ധത്തെ അന്യമാക്കിയിരിക്കുകയാണോ? മനഃപൂർവ്വം? അതിലപ്പുറം ഒന്നും വേണ്ട എന്നാണോ? അന്ന് മുഴുവൻ അനന്തുവിൻ്റെ ചിന്ത അതായിരുന്നു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അനന്ത് ഒതുക്കിറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ രാജു ചോദിച്ചു. തൻ്റെ സ്കൂട്ടർ തുടയ്ക്കുകയാണവൻ. ചേട്ടൻ എങ്ങോട്ടാ? ശാന്തിയിലേക്ക്. വല്യമ്മ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് പോകണം, കൂടെ ചെല്ലണമെന്ന്. വല്യമ്മയ്ക്കറിയാം. അവർ കൊട്ടണ താളത്തിൽ തുള്ളാൻ നിന്നേ കിട്ടുകയുള്ളൂന്ന്. നീ വെറും മണ്ണുണ്ണിയാണെന്നും അറിയാം. ദാ എന്നെ വിളിക്കുന്നുണ്ടോ നോക്ക്. രാജു വിജയ ഗർവോടെ പറഞ്ഞു. നിന്നെ വല്യമ്മയെന്നല്ല, മനുഷ്യരായിട്ട് അറിയാവുന്ന ആരും വിളിക്കില്ലടാ. അനന്ത് തിരിച്ചടിച്ചു. വല്ല മൃഗങ്ങളും കണ്ടാ വിളിക്കും. കാരണം അവർക്കേ നിന്നെ തിരിച്ചറിയാനാവും. രാജു ചമ്മി. ദേഷ്യത്തോടെ അവൻ പറഞ്ഞു, പോടാ. പക്ഷേ അത് കേൾക്കാൻ അനന്ത് നിന്നില്ല. അവൻ പോയി കഴിഞ്ഞു. ശാന്തിയിൽ ചെല്ലുമ്പോൾ കാറ് റെഡിയായി കിടക്കുന്നു. മാരുതി എസ്റ്റിയുമാണ് വാങ്ങിയത്. വിശ്വസിക്കാവുന്ന ഒരു നല്ല ഡ്രൈവറെയാണ് അനന്ത് ഏർപ്പെടുത്തിയത്. ശ്രീധരൻ അനന്തുവിൻ്റെ സഹപ്രവർത്തകൻ്റെ അച്ഛനാണ്. ട്രാൻസ്പോർട്ടിൽ ഡ്രൈവറായിരുന്നു. റിട്ടയറായി. ഡ്രൈവിംഗിൽ എക്സ്പേർട്ടാണ് ശ്രീധരൻ. അയാൾ കാറിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ശ്രീധരൻ ചേട്ടൻ റെഡിയാണല്ലേ? അരുന്ധതി ചേച്ചി പറഞ്ഞു. അനന്ത് വരുമ്പോഴേക്ക് റെഡിയാകണമെന്ന്. ശ്രീധരൻ പുഞ്ചിരിച്ചു. എന്നാൽ പോയേക്കാം. അനന്ത് പോർച്ചിലൂടെ ഹാളിലേക്ക് ചെല്ലുമ്പോൾ അരുന്ധതി ഇന്ദിരയും പോകാൻ തയ്യാർ. അരുന്ധതിയുടെ കയ്യിൽ ഉണ്ണിക്കുട്ടിയുണ്ട്. പോകാൻ വല്യമ്മേ, അവൻ പറഞ്ഞു. എല്ലാവരും വണ്ടിയിൽ കയറി ഹോസ്പിറ്റലിലെത്തി. കുഞ്ഞിനെ തൻ്റെ ഇടതുവശത്ത് കിടത്തി അടുക്കി ചേർത്ത് പിടിച്ചു വീണു. തൻ്റെ എല്ലാ സ്നേഹവും ആഗ്രഹങ്ങളും അവൾ തൻ്റെ ഇടത് കൈവിരലിലൂടെ കുഞ്ഞിലേക്ക് പകർന്നു. കണ്ണുകൾ നിറയുകയായിരുന്നു അവൾക്ക്. എത്ര കൊതിച്ചു ഈ കുരുന്നിനെ ചുമ്മലിലിട്ട് താരാട്ടാൻ, നെഞ്ചിലടുക്കി പാലൂട്ടി ഈ കുഞ്ഞിൻ്റെ വയറ് നിറയ്ക്കാൻ. ഒന്നിനും വിധിയില്ല തനിക്ക്, ഒന്നിനും. അരുന്ധതി വിനുവിൻ്റെ വലത് കൈത്തലവും കാലും പരിശോധിച്ചു. അവൾ വിരലുകൾ ഇളക്കി കാണിച്ചു. അരുന്ധതിക്ക് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു, നെഞ്ചും നിറഞ്ഞു. ഇവിടെ വന്നിട്ട് 33 ദിവസമായി. അരുന്ധതി കണക്ക് കൂട്ടി. ഇത്രയും പുരോഗതി ഉണ്ടല്ലോ. അരുന്ധതി ദൈവത്തിനോട് നന്ദി പറഞ്ഞു. ഒരുപാട് രൂപയുണ്ടായിട്ടുണ്ടാവും ചെലവ്, അല്ലേ അനന്തു? വിനു ചോദിച്ചു. 56,542 രൂപ 65 പൈസ, അനന്ത് പറഞ്ഞു. വിനു പുഞ്ചിരിച്ചു പോയി. അനന്തുവിന് മനപ്പാടമാണല്ലോ. മനപ്പാടമാണ്, കണക്കൊടുവിൽ തെറ്റരുതല്ലോ, അവൻ പറഞ്ഞു. ശരിയാണ്, കണക്ക് തെറ്റാൻ പാടില്ല. അവൾ ശരിവെച്ചു. കൃത്യമായി തന്നെ കൂട്ടി എഴുതിക്കോളൂ, തെറ്റാനിട വരരുത്. ഒടുവിൽ, നീ അറിഞ്ഞില്ലേ മോളെ, രാജുവിൻ്റെ വിവാഹം തീരുമാനിച്ചു. രാജേശ്വരി കൊച്ചമ്മ വന്നപ്പോൾ പറഞ്ഞു. അനന്തുവിൻ്റെ കാര്യം പറഞ്ഞ് കൊച്ചമ്മ സങ്കടപ്പെട്ടു. എന്തിനാ അനന്തു അവരെ വിഷമിപ്പിക്കുന്നത്? വിനു ചോദിച്ചു. വിഷമം ഓരോരുത്തർക്കും പറഞ്ഞിട്ടുള്ളതാണ്, അതൊക്കെ അനുഭവിച്ച് തന്നെ തീരണം, അനന്തു പറഞ്ഞു. അവർ പറഞ്ഞ പെൺകുട്ടി നല്ലതാണെങ്കിൽ. വലിയമ്മേ വരൂ, പോകാം. അനന്തുവിൻ്റെ സ്വരം കടുത്തു.
എനിക്ക് ധൃതിയുണ്ട്. അരുന്ധതി വിനുവിനെ നോക്കി. എന്നിട്ട് കുഞ്ഞിനെ എടുത്ത് പോകാൻ തിരിഞ്ഞു. ഇന്ദിര കുഞ്ഞിന് വേണ്ടിയുള്ള അത്യാവശ്യ സാധനങ്ങൾ നിറച്ച ബാഗും എടുത്തു. അനന്ത് മുമ്പേ വാതിക്കലെത്തിയില്ല. അപ്പോഴാണ് സുമുഖനായൊരു ചെറുപ്പക്കാരൻ വാതിൽ കടന്നു വന്നത്. നന്ദൻ, വിനുവിൻ്റെ മുറച്ചിറക്കൻ. വിനുവിനെയും കുഞ്ഞിനെയും ഏറ്റുകൊള്ളാമെന്ന് വാക്ക് പറഞ്ഞിട്ടുള്ളവൻ വന്ന പാടെ അയാൾ വിനുവിൻ്റെ അടുത്തെത്തി. വിനു, എന്താ ഇത്? എന്തൊരു കിടപ്പാണിത് വിനു? നിനക്ക് എന്തു പറ്റി? അത്യുത്കണ്ഠയോടെ വിഷമത്തോടെ നന്ദൻ വിനു ഇരിക്കുന്ന ബെഡിന്റെ സൈഡിലിരുന്നു. അനന്തുവിന്റെ നെഞ്ചിൽ കടന്നൽ കുത്തി. കസേരയും സെറ്റിയും ഉൾപ്പെടെ ഇരിക്കാനുള്ള വസ്തുക്കൾ കിടന്നിട്ടും നന്ദൻ ബെഡിലിരിക്കുന്നു. അതും വിനുവിനോട് ചേർന്ന്. വല്ലാത്ത സ്വാതന്ത്ര്യത്തോടെ. വിനുവിന്റെ മുഖത്ത് വല്ലാത്തൊരു തെളിച്ചമില്ലേ? ഉണ്ട്. അനന്തുവിന്റെ കരളിലും കടന്നൽ കുത്തി. അവൻ പോരാൻ മടിച്ച് അങ്ങനെ തന്നെ നിന്നു. അരുന്ധതി അവനെ നിർബന്ധിച്ച് വാതിലിലേക്ക് ആനയിച്ചു. വാതിക്കലെത്തി അനന്തു തിരിഞ്ഞു നോക്കി. നന്ദന്റെ കൈപ്പത്തി വിനുവിന്റെ വലത് കാലിലൂടെ മെല്ലെ ഇഴയുന്നു. തലച്ചോറിനുള്ളിൽ മുള്ളു കമ്പി കൊണ്ട് ആരോ ആഞ്ഞു വലിച്ചതുപോലെ അനന്തു ഒന്നു നിന്നു. അടുത്ത നിമിഷം മുറിക്കുള്ളിലേക്ക് തന്നെ കുതിച്ചു. നന്ദനെ കടന്നു പിടിച്ചു. നന്ദൻ ഞെട്ടി എണീറ്റു. അയാളുടെ ഷർട്ടിന്മേൽ കൂട്ടിപ്പിടിച്ചിരിക്കുകയാണ് അനന്തു. എന്താ എന്താ നന്ദൻ ചോദിച്ചു. അയാൾ അനന്തുവിനെയും വിനുവിനെയും മാറി മാറി നോക്കി. വാതിൽക്കൽ തറഞ്ഞു നിൽക്കുകയാണ് അരുന്ധതി. അരികിൽ തന്നെയുണ്ട് ഇന്ദിരയും. വിനു, ആരാണിത്? നന്ദൻ ചോദിച്ചു. പെട്ടെന്നുണ്ടായ ആ പ്രവൃത്തിയോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണ് വിനു. നന്ദൻ അനന്തുവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. പരിചിതഭാവത്തിന്റെ നേരിയ സ്ഫുരണം അയാളിലുണ്ടായി. വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകനല്ലേ മിസ്റ്റർ അനന്തു? ഐ ആം കറക്റ്റ്? ആ. അമർത്തിയ മൂളലായിരുന്നു അനന്തുവിന്. അപ്പോൾ അനന്തു എൻ്റെ ഷർട്ടിൽ നിന്ന് പിടിവിട്, നന്ദൻ പറഞ്ഞു. അനന്തു അയാളെ തുറിച്ചു നോക്കി. കൈയെട്. ഇത്തവണ നന്ദന്റെ സ്വരത്തിൽ ആവശ്യത്തിലധികം ഗൗരവം ഉണ്ടായിരുന്നു. അനന്തു കൈ എടുത്തുപോയി. എങ്കിലും അവൻ മുഷ്ടി ചുരുട്ടുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖം അനിഷ്ടത്താൽ പുകഞ്ഞു. നന്ദൻ അവനെ തന്നെ കൂടുതൽ ശ്രദ്ധിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി പറയൂ, അനന്തു എന്തിനാണ് എൻ്റെ ഷർട്ടിന്മേൽ പിടിച്ചത്? അനന്തുവിൻ്റെ നോട്ടത്തിന് 100 മുനകളായി. ഹ, നോക്കി പേടിപ്പിക്കാതെടോ, താൻ കാര്യം പറയും. ഗൗരവം തെല്ലുണ്ടെങ്കിലും അല്പം തമാശ പോലെയാണ് നന്ദൻ ചോദിച്ചത്. അത് നന്ദേട്ടാ. വിനു എന്തോ പറയാൻ ശ്രമിച്ചു. എൻ്റെ ചോദ്യം വിനുവിനോടല്ല, തെല്ല് കർക്കശ സ്വരത്തിൽ നന്ദൻ പറഞ്ഞു. വിനു നാവടക്കി അനുസരണയോടെ എന്നതുപോലെ. അനന്തുവിന് എന്തെങ്കിലും പറയാനുണ്ടാകുമല്ലോ, പറയട്ടെ, താൻ പറയടോ. നന്ദൻ അനന്തുവിൻ്റെ തോളിൽ സൗഹൃദഭാവത്തിലൊന്ന് തട്ടിക്കൊണ്ട് തുടർന്നു. പറയടോ. ഏതാണ്ട് ഇതുപോലെ മുഖാഭിമുഖമായി നമ്മൾ തമ്മിൽ മാത്രമായി ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നതെന്ന് തോന്നുന്നു. ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു പ്രശ്നവും നമ്മൾക്കിടയിൽ ഇല്ലാതാനും. എന്നിട്ടും താൻ എന്നോടിങ്ങനെ പെരുമാറിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം. ഒടുവിലായപ്പോൾ നന്ദൻ്റെ സ്വരം തീർക്കും കർക്കശമായി. എന്തിനെന്നോ? താൻ വിനുവിൻ്റെ കാലിന്മേൽ കയറി പിടിച്ചില്ലേ? അനങ്ങാൻ വയ്യാത്തോണ്ട് വിനുവിനെ എതിർക്കാൻ കഴിഞ്ഞില്ല, അതാ. നിൽക്ക്. നന്ദൻ ഇടയിൽ കടന്നു. അനന്തു വിഷ്ണുവിൻ്റെ അനിയനായിട്ട് വരും. ആ നിലയ്ക്ക് വിനു തനിക്ക് ചേട്ടത്തിയല്ലേ? എന്നിട്ട് താൻ ഇപ്പോൾ വിളിച്ചതെന്ത്? അനന്ത് വിളറിപ്പോയി. പിന്നെ കാലിൽ പിടിച്ച കാര്യം തനിക്ക് ഞാൻ ആരാണെന്ന് പിടികിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ നന്ദൻ, വിനുവിൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകൻ. തെല്ല് ഗൗരവം കലർന്ന ഉറച്ച സ്വരമായിരുന്നു നന്ദന്. അയാൾ തുടർന്നു. ഇത്തിരി കൂടി വിശദീകരിച്ച് പറഞ്ഞാൽ വിനുവിൻ്റെ മുറച്ചിറക്കനായിട്ട് കെട്ടാഞ്ഞതെന്തെന്ന് ചോദിക്കാം. ഉത്തരം ഒന്നേ ഉള്ളൂ, കഴിഞ്ഞില്ല. ദാറ്റ്സ് ഓൾ. എന്നാലും തൻ്റെ അറിവിലേക്കായി ഒന്നുകൂടെ പറയാം. ഞങ്ങൾ ചെറുപ്പം മുതലേ കാണുന്നവരാണ്. ഇവളേക്കാൾ 7 വയസ്സിന് പ്രായക്കൂടുതലുണ്ട് എനിക്ക്. തീരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇവളെ ഞാൻ കൈത്തണ്ടയിലെടുത്ത് ഓമനിച്ചിട്ടുണ്ട്. അല്പം പോലും തുണി ദേഹത്തില്ലാതെ. എന്നുവെച്ചാൽ ഇവളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും തീരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ഞാൻ തൊട്ട് തലോടിയിട്ടുണ്ടെന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ജീവനറ്റ തളർന്ന കാലിൽ എനിക്കൊന്ന് തൊടാം. അതിനവൾക്ക് എതിര് കാണുകയുമില്ല. എന്താ, മതിയോ വിശദീകരണം? അനന്തുവിൻ്റെ മുഖം അത്യന്തം ഗൗരവത്തിലായി. അവൻ്റെ മുഖത്ത് കടന്നൽ കുത്തേറ്റ മട്ടുണ്ട്. അവൻ വിനുവിനെ ഒന്ന് നോക്കി, രൂക്ഷമായി തന്നെ. ഇയാൾ ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്ന ചോദ്യം പോലെ. വിനു അനന്തുവിനെ ശ്രദ്ധിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. അവൻ്റെ നോട്ടം കണ്ടതുമില്ല. അവളുടെ നോട്ടം നന്ദനിലായിരുന്നു. നന്ദനെ ആദ്യമായി കാണുന്നത് പോലുള്ള നോട്ടം. നന്ദൻ്റെ സാമീപ്യം അവളെ വല്ലാതെ ആനന്ദിപ്പിക്കുന്നുണ്ടോ? അനന്തു നെഞ്ചിനുള്ളിൽ 100 മുള്ളുകളുമായി കൊണ്ടുകയറി. ആകട്ടെ മിസ്റ്റർ അനന്തു, ഞാനൊന്ന് ചോദിക്കട്ടെ? നന്ദൻ അനന്തുവിൻ്റെ മുഖത്തേക്ക് വീണ്ടും നോക്കി. ഞാൻ വിനുവിൻ്റെ കാലിലൊന്ന് തൊട്ടു.
അതിൽ വിനുവിന് എതിർപ്പില്ല. പിന്നെ എതിർപ്പുണ്ടാകേണ്ടത് അരുന്ധതി ആന്റിക്കാണ്. നന്ദൻ അപ്പോഴും വാതുക്കൽ തന്നെ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്ന അരുന്ധതിയെ നോക്കി. കാരണം അവർ വിഷ്ണുവിന്റെ അമ്മയാണ്, വിനുവിന്റെ അമ്മായിയമ്മയാണ്. സ്വാഭാവികമായി എതിർക്കാൻ അവകാശവും അധികാരവുമുണ്ട്. അവർക്ക് പോലും പ്രശ്നമില്ലാത്ത സ്ഥിതിക്ക് തനിക്ക് മാത്രമെന്താ ഇത്ര പൊള്ളാൻ? അതൊന്നറിയണമല്ലോ. നന്ദന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു അധികാര ഭാവമുണ്ടായിരുന്നു. ആ ഭാവം അരുന്ധതിക്കും ഇഷ്ടമായില്ല. എങ്കിലും അവർ ഒരക്ഷരവും പറഞ്ഞില്ല. അനന്തുവിന് ആ ഭാവം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എങ്കിലും അവനൊന്നും മിണ്ടിയില്ല. മെല്ലെ വാതിക്കലേക്ക് നടന്നു. കാരണം നന്ദന്റെ ചോദ്യവും ഭാവവും കണ്ടിട്ടും വിനു ഒന്നും മിണ്ടുന്നില്ല. അവളുടെ കൈയും കാലുമേ തളർന്നിട്ടുള്ളൂ, നാവ് തളർന്നിട്ടില്ല. പറയാൻ കടമയുണ്ട്. ഏറ്റവും കുറഞ്ഞ പക്ഷം അനന്തുവാണ് തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തതെന്ന്, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു കണക്ക് പുസ്തകം സൂക്ഷിക്കുന്നു എങ്കിലും തൽക്കാലത്തേക്ക് തൻ്റെ ചികിത്സ നടത്തുന്ന ആളാണെന്നെങ്കിലും പറയാമായിരുന്നു. വിനു പറഞ്ഞില്ല. അവളുടെ മൗനമാണ് അവനെ ഏറെ നൊമ്പരപ്പെടുത്തിയതും. അനന്തു അരുന്ധതിയെ നോക്കി. അവർ കുഞ്ഞിനെയും നെഞ്ചത്തടുക്കി പുറത്തേക്ക് നടക്കുകയായിരുന്നു. അവരെ അനന്തു പിന്തുടർന്നു. എന്താണ്? അയാൾ എൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ പോയല്ലോ. നന്ദൻ വിസ്മയത്തോടെ വിനുവിന് നോക്കി. എന്തു പറ്റി അയാൾക്ക്? നന്ദൻ വീണ്ടും അവളുടെ ബെഡിൻ്റെ അരികിലിരുന്നു. അനന്ത് പാവമാണ്, നന്ദേട്ട ക്ഷമിച്ചു കളയൂ, വിനു പറഞ്ഞു. അവൻ എന്നെ പേരാ വിളിക്കുക? ആ, അവൾ മൂളി. നന്ദൻ ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. എത്ര മാറിപ്പോയി വിനു, നീ പഴയ വിനുക്കുട്ടിയേ അല്ല, അയാൾ പറഞ്ഞു. നന്ദേട്ടൻ പറഞ്ഞത് ശരിയാണ്, പഴയ ആളല്ല ഞാൻ, ഒരുപാട് മാറിപ്പോയി, വിനു തുടർന്നു. വിവാഹിതയായി, വിധവയായി, അമ്മയായി, ഇപ്പോഴിതാ തീരാ രോഗിയുമായി. മാറ്റങ്ങൾ ചെറുതല്ല നന്ദേട്ടാ. അവളുടെ മിഴികൾ നനഞ്ഞു. ഛേ, ഞാനതല്ല വിനു പറഞ്ഞത്. നന്ദൻ അവളുടെ മിഴിനീർ സ്വന്തം വിരലുകളിൽ തൊട്ടെടുത്തു. നിന്റെ മുഖത്തെ പ്രസന്നതയും ഭംഗിയും ഒക്കെ മാഞ്ഞു പോയിന്നാ ഞാൻ പറഞ്ഞത്. മാഞ്ഞു, എല്ലാം മാഞ്ഞുപോയി. ഇനി എന്തിന് എനിക്ക് ഭംഗിയും പ്രസന്നതയൊക്കെ? ഇനി ആർക്ക് കാണാൻ? എന്തിനു വേണ്ടി? ആർക്കും വേണ്ടാത്തോളായില്ലേ ഞാൻ? എല്ലാവരും എന്നെ വെറുക്കാൻ ശീലിച്ചിരിക്കുന്നു അല്ലേ നന്ദേട്ടാ? എന്താ നീ ഇങ്ങനെ പറയുന്നത്? ആരാണ് നിന്നെ വെറുത്തത്? ശാസന പോലെ നന്ദൻ അവളുടെ കൈത്തലത്തിൽ ചെറുതായി പിച്ചി. വേദന അറിയാത്ത കൈത്തലം. ഞാൻ രോഗിയായിട്ട് 2 മാസം കഴിഞ്ഞിരിക്കുന്നു. നന്ദേട്ടൻ പോലും വന്നതിപ്പോഴല്ലേ? വിനു ചോദിച്ചു. ആ, അതല്ലേ രസം, നന്ദൻ ചിരിച്ചു. നീ ഈ ചോദ്യം ആദ്യം എന്താ ചോദിക്കാഞ്ഞത് ഞാൻ ഓർത്തു. നന്ദൻ തുടർന്നു. ഞാൻ അറിഞ്ഞില്ല വിനു, ഒന്നും. ഞാൻ ജോലിസ്ഥലത്തായിരുന്നില്ലേ. എൻ്റെ വീട്ടിൽ പോലും അമ്മാവൻ അറിയിച്ചില്ല. വിനു അവിശ്വസനീയതയോടെ നോക്കി. സത്യം. നന്ദൻ അവളുടെ കയ്യിൽ തൻ്റെ കൈപ്പത്തി ചേർത്ത് വെച്ച് സത്യം ചെയ്തു. സെക്രട്ടേറിയറ്റിലാണ് നന്ദന് ജോലി. ഭാര്യ മരിച്ചതോടെ നന്ദൻ വല്ലപ്പോഴുമേ നാട്ടിലേക്ക് വരാറുള്ളൂ. എന്നെ വിവരം അറിയിക്കാതെ ഞാൻ എങ്ങനെ അറിയും വിനു? നന്ദൻ പരിഭവത്തിലായി. അമ്മാവൻ്റെ സ്വഭാവം അല്ലെങ്കിലും പലപ്പോഴും പലതരത്തിലാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇപ്പോഴല്ല, മുൻപും തോന്നിയിട്ടുണ്ട്. വിനു നോക്കി. അല്ലെങ്കിൽ എത്ര മുമ്പേ നമ്മുടെ മനസ്സ് അമ്മാവൻ കാണുമായിരുന്നു. വിനു മുഖം തിരിച്ചുപോയി. ആ മുഖത്ത് വല്ലാത്ത വിമ്മിട്ടം ഉണ്ടായി. എനിക്ക് അന്ന് ജോലി ഉണ്ടായിരുന്നില്ലെന്നുള്ളത് വാസ്തവം. എങ്കിലും അല്പം കൂടി കാക്കാമായിരുന്നു അമ്മാവന്. വിനു മറുപടി പറഞ്ഞില്ല. ഇപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞതും അമ്മായി വിളിച്ചിട്ടാണ്. അമ്മാവൻ അറിയാതെ, നന്ദൻ പറഞ്ഞു. വിനു വീണ്ടും നന്ദനെ നോക്കി. അമ്മായി പാവം, പെറ്റ വയറല്ലേ, നൊമ്പരം കാണാണ്ടിരിക്കുമോ? നിന്നെ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ചു പോന്ന അന്ന് തുടങ്ങിയ സമരവും സത്യാഗ്രഹവും ഒക്കെയാണ്. ഇടയ്ക്ക് നിരാഹാര സത്യാഗ്രഹവും ഉണ്ട്. എന്നിട്ട് വിളകുന്നില്ലെന്ന് കണ്ടാണ് അമ്മായി എന്നെ വിളിപ്പിച്ചത്. ഞാൻ പറഞ്ഞാൽ അമ്മാവൻ അനുസരിക്കൂ എന്ന വിശ്വാസത്തിൽ തന്നെ. അറിഞ്ഞപ്പോഴേ ഞാൻ പോന്നു. വിനുവിൻ്റെ കയ്യിൽമേൽ തലോടിക്കൊണ്ട് നന്ദൻ വിഷാദത്തോടെ പറഞ്ഞു. നിന്റെ ഈ അവസ്ഥ അറിഞ്ഞാൽ ഞാൻ ഓടി വരാതിരിക്കുമോ വിനു? വിനുവിൻ്റെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞു. വിഷ്ണു ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനൊരവസ്ഥ നിനക്ക് വന്നെന്നറിഞ്ഞാൽ ഞാൻ വരും. വിഷ്ണു എനിക്കൊരു നല്ല ഫ്രണ്ടായിരുന്നു, അറിയാലോ നിനക്ക്. വിഷ്ണുവിൻ്റെ ഓർമ്മ തിങ്ങിക്കയറിയതിനാലാവാം വിനുവിൻ്റെ ചൊടികൾ പോലും വിറകൊണ്ടുപോയി. നന്ദൻ അവളെ സമാധാനിപ്പിക്കാൻ പാടുപെട്ടു. കാർ ശാന്തിയിലെത്തിയ പാടെ അനന്തു ഇറങ്ങി. കാറിനുള്ളിൽ വെച്ചും അവനൊന്നും സംസാരിച്ചിരുന്നില്ല. വല്ലാതെ മൂടിയായി ഒരേ ഇരിപ്പ്. ഇറങ്ങിയ പാടെ അവൻ തൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. കൊട്ടാരപ്പറമ്പിലേക്ക് ചീറിപ്പാഞ്ഞു പോയി. അത് നോക്കി നിന്ന് അരുന്ധതി ഇന്ദിരയും കണ്ടു. അത് അകത്തേക്ക് കുഞ്ഞിനെയും കൊണ്ട് കയറുന്ന അരുന്ധതിയോടായി ഇന്ദിര പറഞ്ഞു. അനന്തമോന് വല്ലാണ്ട് വിഷമമായി അല്ലേ ചേച്ചി? അരുന്ധതി ഇന്ദിരയെ നോക്കി. അല്ല, ആ നന്ദൻ സാറ് നമ്മുടെ വിനുമോളുടെ അടുത്തിരുന്നപ്പോഴേ. അരുന്ധതി വെറുതെ മൂളി. അയാളുടെ ഒരു അധികാരവും ഭാവവും വർത്തമാനവും എനിക്ക് ഒട്ടും ഇഷ്ടമായില്ലേ ചേച്ചി. ഇന്ദിര അടുക്കളയിലേക്ക് ചെല്ല്, ഉണ്ണിക്കുട്ടി ചുണ്ട് പിളത്തുന്നുണ്ട്.
വിശക്കുന്നുണ്ടാവും, പാലെടുത്തോളൂ. അല്ല, അയാൾ വിനുമോളുടെ ആരാന്നാ പറഞ്ഞേ? ഇന്ദിര വീണ്ടും ചോദിച്ചു. ഇന്ദിരയോട് പാലെടുക്കാനാണ് ഞാൻ പറഞ്ഞത്. ആദ്യം അത് ചെയ്. അരുന്ധതി തീർത്തും ഗൗരവത്തിലായി. ഇന്ദിരയ്ക്ക് അത് മനസ്സിലായി. അവർ ധൃതിയിൽ കിച്ചണിലേക്ക് വലിഞ്ഞു. സ്റ്റെറിലൈസ് ചെയ്തിട്ടിരിക്കുന്ന ഫീഡിംഗ് ബോട്ടിലെടുത്ത് അതിൽ പാൽ നേരിയ ചൂടിൽ ഒഴിച്ചു കൊണ്ടുവന്നു. കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോഴും അരുന്ധതിയുടെ കൺമുന്നിൽ വിനുവായിരുന്നു. അരികിൽ ധാർഷ്ട്യഭാവത്തിൽ നിൽക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന നന്ദനും. അനന്തുവിന് അക്കാര്യത്തിൽ തെല്ലു വാശി തന്നെ ഉണ്ടായി. ദിവസവും ഹോസ്പിറ്റലിൽ പോകുന്നതാണ്. 2 ദിവസത്തേക്ക് പോയില്ല. പിണങ്ങി തന്നെയിരുന്നു. 3-ാം ദിവസം അനന്തുവിന് പോകാത്തതിൽ വിഷമം തോന്നി. നന്ദന്റെ പെരുമാറ്റത്തിൽ താൻ എന്തിനു വിനുവിനോട് പിണങ്ങണം? ആരും അന്വേഷിക്കാൻ ചെല്ലാതിരുന്നാൽ വിനുവിന് സങ്കടമാവില്ലേ? സങ്കടവും നിരാശയും ഈ രോഗത്തിന് ഏറ്റവും ദോഷകരമായി ബാധിക്കുമെന്ന് ഡോക്ടർ പ്രഭുചന്ദ്രൻ പറഞ്ഞത് അനന്തു ഓർത്തു. 4-ാം ദിവസം സ്കൂളിലെ ക്ലാസ് തീർന്ന് 4 മണിക്ക് ഇറങ്ങുമ്പോൾ അനന്തുവിന്റെ ബൈക്ക് ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിഞ്ഞു. ഹോസ്പിറ്റൽ മുറ്റത്ത് ബൈക്ക് വെച്ച് അനന്തു വരാന്തയിലൂടെ നടന്ന് വിനു കിടക്കുന്ന റൂമിനെ സമീപിക്കുകയായിരുന്നു. അപ്പോഴാണ് അകത്തു നിന്നൊരു പുരുഷ സ്വരം കേട്ടത്. കാതരമായ സ്വരം. അന്ന് എനിക്കുണ്ടായ സങ്കടം എത്രാന്നറിയോ വിനു നിനക്ക്? അതാ നന്ദന്റെ സ്വരമല്ലേ? അനന്ത് നിന്നുപോയി. വാതിൽ ചാരിക്കിടക്കുകയാണ്. ചെറിയ വിടവിലൂടെ അകത്തെ സംസാരം കേൾക്കാം. നന്നായി ശ്രദ്ധിച്ചാൽ അനന്തുവിന് പെരുവിരൽ മുതൽ ഒരു മരവിപ്പ് പടർന്നു കയറാൻ തുടങ്ങി. എന്താ നീ മിണ്ടാത്തത് വിനു? നിനക്കറിയില്ലായിരുന്നോ എൻ്റെ സങ്കടം? നന്ദന്റെ ചോദ്യം വീണ്ടും. അറിയാമായിരുന്നു. വിനുവിൻ്റെ നേർത്ത സ്വരം. എന്നിട്ടും നീ വിവാഹത്തിന് സമ്മതിച്ചു. മറ്റൊരുത്തന് മുമ്പിൽ സമ്മതം പറഞ്ഞ് കഴുത്ത് നീട്ടി നിന്നു. താലിക്കായി. കുറ്റപ്പെടുത്തുന്ന സ്വരം. അപ്പോൾ നന്ദനും വിനുവും മുമ്പേ തന്നെ? എനിക്ക് അച്ഛനെ ഭയമായിരുന്നു നന്ദേട്ടാ, വിനു പറയുന്നു. ഒരു ജോലിയില്ല എന്നതൊഴിച്ചാൽ എന്തായിരുന്നു വിനു അന്ന് നിന്റെ അച്ഛൻ എന്നിൽ കണ്ട കുറ്റം? വിനു മൗനം. നിനക്കും തോന്നി ജോലിയില്ലാതെ തെണ്ടി തിരിയുന്നവനേക്കാൾ മെച്ചം പട്ടാളത്തിലെ മെഡിക്കൽ ഓഫീസറാണെന്ന് അല്ലേ? വിനു മൗനം. വിനു, നീ എന്താ മിണ്ടാത്തത്? അപ്പോഴും മൗനം. ഇപ്പോൾ നിന്റെ അച്ഛൻ പറയുന്നു എന്നോട് വിനുവിനെ രക്ഷിക്കാൻ നീയേ ഉള്ളൂന്ന്. ഇപ്പോഴായാലും നിന്നെ കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ വിനു. അന്നത്തേതുപോലെ തന്നെ. നന്ദേട്ട, അത് ഒരുത്തിയെ ഞാനും താലി കെട്ടി കുറേ നാൾ കൂടെ താമസിപ്പിച്ചു. പക്ഷേ സത്യം പറയുകയാണ് വിനു, അവളോടൊപ്പം കഴിയുമ്പോഴും നീ എൻ്റെ നെഞ്ചിൽ നഷ്ടം തന്നെയായിരുന്നു. ഇപ്പോഴെങ്കിലും നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയതെൻ്റെ ഭാഗ്യം തന്നെയാണ്. വിനുവിൻ്റെ മറുപടിക്കായി അനന്ത് കാതോർത്ത് പുറത്തു നിന്നു. മൗനം തന്നെ. നിന്നെ ഞാൻ ചികിത്സിപ്പിക്കും വിനു. നിന്നെ ഞാൻ എണീപ്പിച്ച് നടത്തിക്കും. എന്നോടൊപ്പം ഞാൻ കൊണ്ടുപോകും. എന്താ വിനു, നിനക്ക് സന്തോഷമല്ലേ അത്? നന്ദന്റെ കാതരമായ സ്വരം വീണ്ടും അനന്തുവിൻ്റെ കാതുകളിൽ. ഞാനിപ്പോൾ ഒരു അമ്മയാണ് നന്ദേട്ട. എനിക്കൊരു കുഞ്ഞുണ്ട്. നന്ദേട്ടൻ അത് മറന്നു. സോ വാട്ട്? നിന്റെ കുഞ്ഞ് എൻ്റെയും കുഞ്ഞാണ്. എന്താ വിനു, ഞാൻ ആ കാര്യം എടുത്തു പറയണോ? നിനക്കെന്നെ മനസ്സിലായിട്ടില്ല. വിനുവിൻ്റെ തേങ്ങൽ കേട്ടോ. കരയല്ലേ വിനു, പ്ലീസ്. നന്ദന്റെ സ്വരം. അനന്തുവിനി പിടിച്ചു നിൽക്കാൻ കഴിയാതെയായി. പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് വാതിൽ അവൻ തുറന്നു. അകത്തേക്ക് നോക്കിയ അനന്തു ഞെട്ടിപ്പോയി. ബെഡിലേക്ക് കുനിയുന്ന നന്ദന്റെ അതരങ്ങൾ വിനുവിൻ്റെ മുഖത്തമരുന്നു. സഹനം എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്